അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായിട്ട് പരിശുദ്ധാത്മാവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കാണിക്കുന്ന, നമ്മുടെ മേൽ തുറക്കുന്ന സ്പിരിച്വൽ റിലം എന്ന ഭാഗം നമ്മൾ ധ്യാനിച്ചു വരികയായിരുന്നു. നല്ലൊരു കൂട്ടം ആളുകൾക്ക് അറിയില്ല സ്പിരിച്വൽ റിലത്തിലേക്ക് നിങ്ങൾ എൻ്ററായതിൻ്റെ അടയാളമാണ് ദൈവം നമ്മളെ കാണിക്കുന്ന സ്വപ്നങ്ങളെന്ന്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചു കഴിയുമ്പോൾ, അവൻ്റെ ആത്മാവിൽ ക്രിസ്തു വരികയാണ്. അതാണ് കൊലോസ് ലേഖനത്തിൽ പറയുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ അകത്ത് വസിക്കുന്നു. ആ വ്യക്തി സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിൽ വസിക്കുകയാണ്, ക്രിസ്തുവിനെ ധരിക്കുകയാണ്. പക്ഷേ ഇത് രണ്ടും ആ വ്യക്തിയുടെ അകത്ത് വെളിപ്പാടാകുന്നില്ല, ആ വ്യക്തിയുടെ അകത്ത് ബോധ്യമാകുന്നില്ല. 5 തലങ്ങളാണ് ഈ മേഖല നിങ്ങളുടെ അകത്ത് സംജാതമാകുന്നതിനുള്ളത്. നിങ്ങൾക്ക് ഇത് ഇൻഫർമേഷൻ ആകുന്നൊരു കാലഘട്ടമുണ്ട്. നിങ്ങൾ ബൈബിൾ തുറന്ന് ഇത് വായിക്കുന്നു. ഞാൻ 2007-8 കാലഘട്ടത്തിലാണ് എനിക്ക് ഈ ഭാഗങ്ങൾ തിരുവചനത്തിൽ നിന്ന് എൻ്റെ അകത്ത് ഇൻഫർമേഷൻ ആകുന്നത്. ഇൻഫർമേഷനായ വെളിപ്പാടുകൾ അല്ലെങ്കിൽ സത്യങ്ങൾ നിങ്ങൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ അകത്ത് അറിവായി മാറും. ഇൻഫർമേഷൻ നിങ്ങളുടെ അകത്ത് നോളജായി മാറും, ബോധ്യം അറിവായി മാറും. അറിവ് അല്പം കഴിയുമ്പോൾ വീണ്ടും വായിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ബോധ്യമായി മാറും. പിന്നീടാണ് ഇത് വിസ്ഡമായി മാറുന്നതും, പിന്നീടാണ് നിങ്ങൾ വെളിപ്പാടിൽ ജീവിക്കുന്നതും. ഇതിന് 5 സ്റ്റേജുകളാണുള്ളത്. 5 സ്റ്റേജുകളാണുള്ളത്. ചിലപ്പോൾ കൂടുതലുണ്ടാകാൻ കേട്ടോ. ഞാൻ മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അന്തിമമല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിനകത്തെല്ലാം ഒരു ഭാഗമുണ്ട്, അത് സത്യമാണ്. അപ്പം ഇവിടെ നമ്മൾ പഠിച്ചു വന്നത്, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ദൈവം അവന് സ്നാനപ്പെട്ട് കഴിയുന്ന ഒരു വ്യക്തിക്ക് ദൈവം പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നൽകുകയാണ്. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തെ നൽകുകയാണ്. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്, ഓരോരുത്തരും താങ്കളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽപ്പില്ല, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. ആത്മദാനം ലഭിച്ചിരിക്കുന്ന നമ്മൾ, ആത്മദാനത്തിനകത്ത് ദൈവാത്മാവ് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഒന്നാണ് ആത്മസ്നാനത്തിൻ്റെ അടയാളമായ അന്യഭാഷ എന്നുള്ളത്. ഈ അന്യഭാഷയിൽ നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് സ്പിരിച്വൽ റിലവുമായിട്ട് കണക്റ്റഡ് ആകാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ സ്റ്റെപ്പ് നിങ്ങളിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ രക്ഷയാലാണ്. രക്ഷിക്കപ്പെട്ടപ്പോൾ നിങ്ങളുടെ ആത്മാവിലാണ് വീണ്ടും ജനനം നടന്നത്. ആ സമയത്ത് ദൈവിക ജീവൻ ആത്മാവായി നിങ്ങളുടെ അകത്ത് വന്നിട്ടുണ്ട്. സ്പിരിച്വൽ റിലവുമായി കണക്റ്റഡ് ആകാനുള്ള ആദ്യ സ്റ്റെപ്പ് നിങ്ങളുടെ അകത്ത് ഓപ്പൺ ആയത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. അതിനകത്തുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പ്രവേശിച്ചത് സ്നാനപ്പെട്ടപ്പോഴാണ്. ഇന്ന് 3 പേര് സ്നാനപ്പെടാൻ പോകുന്നു. അവർ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നാനപ്പെട്ടൊരു വ്യക്തി, സ്നാനത്താൽ ദൈവം അവർക്ക് അവകാശമായി നൽകിയിരിക്കുന്നതാണ് ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ, ആത്മസ്നാനം പരിശുദ്ധാത്മാവിനകത്ത് യേശുക്രിസ്തു, ആത്മസ്നാപകനായ യേശുക്രിസ്തു ആത്മാവിനകത്ത് പരിശുദ്ധ ദൈവിക ട്രിയൂണിറ്റിയിൽ 2ാം ആളത്വമായ യേശുക്രിസ്തു ആത്മീയ ഡിവൈൻ ട്രിയൂണിറ്റിയിലെ 3ാം ആളത്വമായ പരിശുദ്ധാത്മാവിലൊരു വ്യക്തി ഇമേഴ്സ് ആക്കുന്നതാണ് ആത്മസ്നാനം. അപ്പോൾ മുതൽ ആ വ്യക്തി അന്യഭാഷ സംസാരിക്കാൻ തുടങ്ങുന്നു. അന്യഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് എൻ്ററാകാൻ കഴിയും. അവിടെ നിങ്ങളുടെ ബുദ്ധി അഫലമാവുകയാണ്. പക്ഷേ ഒരു കുഴപ്പം, ഇതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കാതെ ഇത് പെന്തക്കോസ്തിലായതിൻ്റെ അടയാളമാണെന്ന് ചിന്തിച്ച് ഞായറാഴ്ച ആരാധനയുടെ ഒടുവിൽ പാട്ടിൻ്റെ അവസാനത്ത് 2 വാക്ക് അന്യഭാഷ പറഞ്ഞ്, 2 വാചകം അന്യഭാഷ പറഞ്ഞ് നിർത്തുന്ന കുറേ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങളായിരുന്ന ചർച്ച് അതിനൊരു സൈനായിരുന്നു. ഞാനിവിടെ വരുമ്പോൾ ഒരൊറ്റയാൾ, ഞാൻ മാത്രമാണെന്ന് അന്യഭാഷ പറയുന്ന ഒരാൾ ചർച്ചിനകത്തുള്ളത്. ഒരു മലയാളത്തിൽ പാട്ട് പാടും, കൈയടിക്കും, പാട്ട് പാടും, അതോടുകൂടി ആ സംഭവം അങ്ങ് നിർത്തും.
പക്ഷേ ദൈവം എനിക്ക് തന്ന വെളിപ്പാടിനാൽ നിലനിൽക്കാൻ തുടങ്ങിയപ്പോൾ അതിന് മാറ്റം ദൈവാത്മ വരുത്താൻ തുടങ്ങി. മണിക്കൂറുകൾ അന്യഭാഷ പറയുന്ന തലത്തിലേക്ക് ചർച്ച വളരാൻ തുടങ്ങി. ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നിങ്ങൾ കാണാൻ തുടങ്ങുന്നത്, എൻ്ററാകുന്നത്, നിങ്ങൾ ദർശനങ്ങൾ അല്ലെങ്കിൽ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ വെളിപ്പാടുകൾ നിങ്ങൾ കാണാൻ തുടങ്ങും. പ്രവചന ആത്മാവിൽ ദൈവശബ്ദം നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. ഇത്രയും കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം മുഖവരിയായിട്ട് പറയാതെ നമ്മൾ കയറി വന്നത്. ഇത് ഞാൻ ഇന്നാണ് മുഖവരിയായിട്ട് കഴിഞ്ഞ ദിവസം വെറുതെ നമ്മൾ സ്വപ്നത്തിലേക്ക് അങ്ങ് കയറുകയായിരുന്നു. എന്തോ കാരണങ്ങളാൽ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ കയറി പോവുകയായിരുന്നു. സ്വപ്നം കാണുന്നത്, സ്വപ്നത്തിനകത്ത് അമിതമായ പ്രാധാന്യത ബൈബിൾ നൽകുന്നുണ്ട്, പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പകർച്ചയ്ക്കകത്ത്. അപ്പോൾ ഏതോ ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴാണ്, അല്ല ഞാൻ ഈ രാവിലെ സ്വപ്നം പഠിപ്പിക്കാൻ വേണ്ടി വന്നല്ല, രാവിലത്തെ നമ്മുടെ ലക്ഷ്യം പ്രാർത്ഥിക്കുകയായിരുന്നു, ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് നിയോഗിച്ചപ്പോഴാണ് നമ്മൾ അതിനകത്തേക്ക് പോയത്. അപ്പോൾ ഇത്രയും ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു മുഖവര എന്ന നിലയിൽ പശ്ചാത്തലമായിട്ട് കയറ്റിയതാണ്. ഇനി കഴിഞ്ഞ ആഴ്ച, ഇന്നലെയല്ല മിനിഞ്ഞാന്ന് പറഞ്ഞു നിർത്തിയ ഭാഗത്തേക്ക് വരുന്നു. ഇന്നലെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് ഞാൻ നന്ദി പറയുന്നു. കർത്താവ് എനിക്ക് നൽകിയ ബലത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്നലെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ സ്വപ്ന ലോകത്തെ സ്വപ്നം കാണുന്ന, ഡ്രീംസ് കാണുന്ന അല്ലെങ്കിൽ വിഷൻസ് കാണുന്ന തലങ്ങളെ കണ്ടമാന ആൾക്കാർ അവഗണിക്കാറാണ് പതിവ്. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നിങ്ങൾ നിരന്തരമായി നിങ്ങൾ ഈ വചനങ്ങൾ ബോധ്യപ്പെട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ, ഞാൻ 3 മാസം എന്നാണ് പറയാറ്, 1 മാസം നിങ്ങൾ 1 മണിക്കൂർ നേരം ഈ വചന വെളിപ്പാട് നിങ്ങളുടെ അകത്ത് വന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ സ്വപ്നങ്ങളിലേക്ക് പ്രവേശിക്കും. ദൈവം നിങ്ങളുടെ സ്പിരിറ്റ് കണ്ണിനെ തുറക്കും. അത് 1 മാസം എന്നൊക്കെ ഞാനൊരു ഒരു 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 അവലോകനം എന്ന നിലയിൽ പറയുന്നതാണ്. ഒരു കൊച്ചു ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ കണ്ണ് തുറക്കും. 3 മാസത്തിനുള്ളിൽ കൊച്ചിൻ്റെ കണ്ണ് തുറന്ന്, കൊച്ച് 3 മാസമല്ല കേട്ടോ, കൊച്ചിൻ്റെ കണ്ണ് ജനിച്ചപ്പോൾ തന്നെ തുറക്കും. പ്രതികരിക്കാൻ തുടങ്ങും, കൊച്ച് പ്രതികരിക്കാൻ തുടങ്ങും. ഇതുപോലെ നിങ്ങളുടെ സ്പിരിച്വൽ മാൻ്റെ കണ്ണ് തുറക്കും. അല്ലാത്തവരും ഇത് കാണാറുണ്ട്, ദൈവം സംസാരിക്കുന്നവരും ഇത് കാണാറുണ്ട്. അപ്പം അതിനകത്ത് ഒരു ഭാഗം നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്വപ്നം കാണുമ്പോൾ ഇതിനകത്ത് പാമ്പുകളെ, മൃഗം ഓടിക്കുന്നു, വലിയ പാമ്പ് വരുന്നു, പാമ്പ് വരുമ്പോൾ ഓടുന്നു, ചില പാമ്പ് വന്ന് കടിക്കുമെന്ന് ചിന്തിക്കുന്നു, കടിക്കാതിരിക്കുന്നു, ചില പാമ്പ് വന്ന് കടിക്കുന്നു. ഇങ്ങനെ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സ്വപ്നങ്ങൾ ആളുകൾ കാണാറുണ്ട്. അതുമാത്രമല്ല, ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് എന്നെ ഒരാൾ ബന്ധപ്പെട്ടിരുന്നു. ചില ആളുകൾ വിസർജ്യങ്ങൾ അവരുടെ ഭവനങ്ങളിനകത്ത്, അവരുടെ ബാത്റൂമിനകത്ത് കയറാൻ പറ്റാതെ അറപ്പുണ്ടാക്കുന്ന വിസർജ്യങ്ങൾ കാണാറുണ്ട്. ഇതിനൊക്കെ ഭയങ്കര അർത്ഥമുണ്ട്. അപ്പം ഒരു ഭാഗം ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങുന്നു. ഒരു വ്യക്തിയുടെ ഭവനത്തിനകത്ത് പാമ്പ്, അങ്ങനെ ക്രൂരജീവികൾ ഇടിക്കാൻ വരുന്നു, ആന, ഇങ്ങനെയുള്ള മൃഗങ്ങൾ ക്രൂരമായിട്ട് പീഡിപ്പിക്കാൻ വരുന്നു. ഇത് വരുന്നെങ്കിൽ മനസ്സിലാക്കുക, ഈവിൾ സ്പിരിറ്റിൻ്റെ റിലത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ വരാൻ പോകുന്ന ഒരു അറ്റാക്ക്, വ്യക്തിപരമായോ കുടുംബത്തിൻ്റെ മേലോ തലമുറകളുടെ മേലോ വരാൻ പോകുന്ന ഒരു അറ്റാക്ക് ദൈവാത്മാവ് നിങ്ങളെ കാണിച്ചു തന്നതാണ്. നിങ്ങൾ 1% പോലും പേടിക്കരുത്. ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നിങ്ങൾ പേടിക്കരുത്. രണ്ടാമത്, നിങ്ങൾക്ക് പിന്നെ ക്യാൻസൽ ചെയ്യാൻ അധികാരമുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ സംഭവം നിങ്ങളുടെ വീട്ടിൽ നടക്കാൻ കാരണം ദൈവാത്മാവ് ഇതിൻ്റെ പുറകിലൊരു ഡെവിലിഷ് ഇതിൻ്റെ പുറകിലൊരു ആക്സസ് കണ്ടതുകൊണ്ടാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചത്. അപ്പം മെച്ചുറായിട്ടുള്ള പക്വത വന്ന ഒരു വ്യക്തിയാണ് ഈ കാഴ്ച കാണുന്നതെങ്കിൽ ആദ്യം തന്നെ വ്യക്തി ആ ആക്സസ് നിങ്ങളുടെ വീട്ടിലേക്ക് ഡെവിലിഷിന് അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റിന് ഇങ്ങനെ ഒരു അറ്റാക്ക് കൊണ്ടുവരുവാനുണ്ടായ വാതിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയില്ല. നിങ്ങളുടെ ഭർത്താവോ ഭാര്യയോ മക്കളോ കൊച്ചുമക്കളോ മാതാപിതാക്കളോ പറഞ്ഞ വാക്കുകളോ പിതൃപാരമ്പര്യങ്ങളായിട്ട് പിശാച് കൊണ്ടുവന്ന പിശാചിന് സ്വാധീനതയുള്ള ഏതെങ്കിലും വസ്തുക്കളോ ഘടകങ്ങളോ നിങ്ങളുടെ വീട്ടിൽ വെച്ചതിനാലോ പറഞ്ഞ ചില തമാശകൾ, എന്താ പറയുക, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചീത്തത്തരം, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ പറഞ്ഞതിനാലോ ഒക്കെ ആയിരിക്കാം ഈ സംഭവം വരുന്നത്.
കഴിഞ്ഞ ദിവസം ഞാനൊരു ദൈവദാസനെ പണ്ട് പറഞ്ഞൊരു ഉദാഹരണമുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഒരു സഹോദരി ചർച്ചിനകത്ത് നന്നായിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊരു സഹോദരി, തനിക്ക് പെട്ടെന്ന് ഭൂതളകി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സംശയമായി, എങ്ങനെയാണ് തൻ്റെ മേത്ത് ഭൂതം കയറിയത്? താൻ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും വലിയ കുഴപ്പമില്ലാത്ത വ്യക്തിയായിരുന്നല്ലോ, ഒരു പാവപ്പെട്ട കുടുംബത്തിലെ സഹോദരിയാണ്. അപ്പം ഭൂതളകി കഴിഞ്ഞപ്പോൾ ഭൂതത്തോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ഇവരുടെ മേത്ത് കയറിയത്? നീ എവിടെ നിന്നാണ് ഇവരുടെ മേത്ത് കയറിയത്? ഉടമനെ ഭൂതം പറഞ്ഞു, ഇവള് വിളിച്ചു കയറ്റിയതാ. വിളിച്ചു കയറ്റി? ഉടമനെ ഭൂതം പറഞ്ഞു, ഞാൻ അവിടെ നടക്കുന്ന നേരത്ത് ഇവർ ഈ കാട്ടിൽ നിന്ന് വിറക് കൊണ്ടിരുന്ന നേരത്ത് ഈ വിറക് തലയിലേക്ക് പിടിച്ച് കയറ്റിയിട്ട് കയറുന്നില്ല. അപ്പം ഈ വിറകിന് പോകുന്നവർക്കറിയാം, ഞാൻ വിറകിന് പോയിട്ടുണ്ട് കേട്ടോ ചെറുപ്പത്തിൽ കാട്ടിന്. അപ്പം വിറക് ഞങ്ങളിങ്ങനെ ഒരു മണിക്കൂറൊക്കെ നടന്നു വരുമ്പോൾ വഴിയിൽ എവിടെയെങ്കിലും ഞങ്ങൾ കുത്തി വെച്ചിട്ട് പിന്നെ ഇതിങ്ങ് വലിച്ചു കയറ്റും. അപ്പോൾ ഒരാളൊന്ന് സഹായിക്കും, മറ്റേ തലയിൽ ഈ സാധനം ഉണ്ടാവും. അപ്പം ഇത് കയറാവായപ്പോൾ ഇവള് പറഞ്ഞു, ഇങ്ങോട്ട് കയറി പിശാചേ എന്ന് പറഞ്ഞു. ഇവള് ആ കൂട്ടത്തിൽ ദുരാത്മാവും കൂടെ കയറി. നടന്ന സംഭവമാണ് കേട്ടോ, ഞാൻ രാവിലെ എന്താ പറയുക തമാശ പറയുന്നതല്ല, നടന്ന സംഭവമാണ്. പിശാച് പറഞ്ഞു, അവൾ ഇങ്ങോട്ട് കയറി പിശാച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കയറിയതാ. കേട്ടോ, നമ്മൾ അബദ്ധവശാൽ പറയുന്ന ഒരു വാക്കിനകത്ത്, പിശാജ് തമാശയ്ക്ക് പറയുന്ന വാക്കിനകത്ത്, അർത്ഥം മനസ്സിലാക്കാതെ പറയുന്ന വാക്കിനകത്ത് പിശാചിന് നമ്മൾ കയറാൻ എൻട്രൻസ് ഉണ്ടാകും. ഇത് പക്ഷേ അഭിഷക്തന്മാർ ആരും അങ്ങനെ കാര്യമായിട്ട് ഈ വാക്ക് പറയാറില്ല. പക്ഷേ എവിടെയെങ്കിലും നിങ്ങൾ ഒരു വാതിൽ, പാപത്താൽ ഒരു വാതിൽ തുറന്നിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ പൈശാചിക സാമ്രാജ്യം നിങ്ങളിലേക്ക് എൻ്ററാകുന്നത്, അല്ലെങ്കിൽ ഡെവിളിഷ് എൻ്ററാകുന്നത്. ഡെവിളിഷിന് ഒരു വാതിൽ യുദ്ധം ചെയ്യാനോ തലമുറകളെ തൊടാനോ ഒക്കെ നിങ്ങളുടെ വീട്ടിലേക്കൊരു വാതിൽ തുറന്നു കിട്ടുക. ഇത്രയും കാര്യം ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങളുടെ മക്കള്, ഭർത്താവ്, ഭാര്യ ഇങ്ങനെയുള്ള ഒരു ദുസ്വഭാവത്തിന്, അല്ലെങ്കിൽ ദൈവത്തെ നിരാകരിക്കുന്ന, ദൈവത്തെ വിമർശിക്കുന്ന, ദൈവത്തെ അറിയാത്ത, ഏത് നേരത്ത് പിശാചിന് വാതിൽ തുറന്നിട്ട് കൊടുക്കാവുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ നമ്മൾ വിചാരിക്കും, ഭർത്താവാണല്ലോ ഭവനത്തിലെ കാര്യസ്ഥൽ, ഭർത്താവാണല്ലോ ഭവനത്തിലെ ഗ്രഹനാഥൻ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന സഹോദരിമാരുണ്ട്. ഭർത്താവാണ് നിങ്ങളുടെ ഭവനത്തിൻ്റെ തല. പക്ഷെ ക്രിസ്തുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ പ്രത്യേകത, നിങ്ങൾക്ക് അധികാരമുണ്ട്, നിങ്ങൾക്ക് അതോറിറ്റി ഉണ്ട്. കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത കാര്യം, അടുത്ത ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പിശാച് കൊണ്ടുവരുന്ന ആക്സസിനെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവത്തോട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ നീതിയാണ്, റൈച്ചസ് ആണ് പിശാചിൻ്റെ ആക്സസിനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, 2, ദുഷ്ടൻ്റെ തീയമ്പുകളെ തടുക്കുന്നത് വിശ്വാസം എന്ന പരിചയമാണ്. നിങ്ങളുടെ അകത്താണ് ഫെയ്ത്ത് ഉണ്ടാകും. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനാൽ എൻ്റെ കുടുംബത്തെ തൊടാൻ പിശാച് നിനക്ക് സാധ്യമല്ല എന്ന ഫെയ്ത്ത് നിങ്ങളുടെ അകത്തു വന്നാൽ, നിങ്ങളത് പ്രഖ്യാപിച്ചാൽ പിശാചിന് നിങ്ങളുടെ കുടുംബത്തെ തൊടാൻ കഴിയുകയില്ല. നമ്മളിത് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ സർവായുധവർഗം എന്ന വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ദുഷ്ടൻ്റെ തീയമ്പുകളെ തടുക്കുന്നത് വിശ്വാസമെന്ന പരിചയാലാണ്. ഇന്ന് രാവിലെ വിശ്വാസമെന്ന പരിച നിങ്ങൾ എടുത്തുകൊണ്ട്, അപ്പോൾ എങ്ങനെയാണ് പരിചയം എടുക്കുന്നത്? നിങ്ങളുടെ മനസ്സിനകത്ത് നിങ്ങളിത് ധ്യാനിക്കുകയാണ്, ഈ വേർഡ് നിങ്ങളുടെ അകത്ത് ധ്യാനിക്കുകയാണ്. വിശ്വാസം എന്ന, കണ്ടോ, കാലിനെ ചെരുപ്പാക്കി എല്ലാറ്റിനും ഇത് ദുഷ്ടൻ്റെ തീയമ്പുകളെ കെടുക്കുവാൻ തക്കവണ്ണം വിശ്വാസം എന്ന പരിച നിങ്ങൾ എടുക്കണം. അവിടെ മറ്റൊരു പദം കൂടെ ഉണ്ട്, നീതി എന്ന കവചം നിങ്ങൾ ധരിക്കണം. കേട്ടോ, നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നീതിക്ക് 2 ഭാഗമാണ്. ഇത് ഞാൻ അടുത്ത വാക്തത്വം പറയുമ്പോൾ പറയേണ്ട ഭാഗമാണ്. നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്ന നീതിക്ക്, റൈച്ചസ്നെസ് എന്ന കൃപയ്ക്ക് 2 ഫേസ് ആണുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ഈ വിസർജ്യങ്ങൾ വീടിനകത്ത്, ബാത്റൂമിനകത്ത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കുക. എന്നോട് അങ്ങനെ ഒരു ഡൗട്ട് വന്നിരുന്നു. നിങ്ങളുടെ ഭവനത്തിനകത്ത് ബാത്റൂം മൊത്തം വിസർജ്യമാണ്, നിങ്ങളുടെ ഡ്രസ്സിനകത്താണ് വിസർജ്യം കാണുന്നതെങ്കിൽ അത് വ്യക്തിപരമാണ്. നിങ്ങളുടെ വീടിൻ്റെ ബാത്റൂമിലാണ് കാണുന്നതെങ്കിൽ അത് ഭവനത്തോടുള്ള ബന്ധത്തിലാണ്, തലമുറകൾ, ഭർത്താവ്, ഭാര്യ, കുടുംബത്തോടുള്ള ബന്ധത്തിലാണ്. അപ്പം ഇങ്ങനെ വിസർജ്യം കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ ദൈവത്തോട് നിലവിളിച്ച്, അല്ലെങ്കിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിങ്ങൾ ദൈവത്തോട് ക്ഷമ ചോദിക്കണം. 2, ദൈവം തന്നിരിക്കുന്ന നീതിയുടെ
വെളിപ്പാട് നിങ്ങൾക്കുണ്ടാകണം. 2 പദങ്ങൾ നിങ്ങളുടെ അകത്ത് മിനിമം ഉണ്ടാകണം. റോമാലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, ന്യായപ്രമാണത്തിന്റെ നീതി നിങ്ങൾക്ക് വിശ്വസിക്കുന്നു, നിങ്ങൾക്ക് സൗജന്യമായിട്ട് അത്രയും ലഭ്യമായിരിക്കുന്നത്. പറയാൻ പോയാൽ നീതിയുടെ ക്ലാസ്സിലേക്ക് പോകും ഞാൻ. 2 കൊരിന്ത്യർ 5:21 നിങ്ങൾക്ക് കർത്താവിൽ നീതി ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിൽ ഇപ്പോൾ നീതിയാണ്. ഇത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന നീതിയാണ്, ദാനമാണ്. ദാനമായി കിട്ടിയിരിക്കുന്ന നീതിയുണ്ട്. എന്നാൽ നിങ്ങൾ ജീവനാൽ ആത്മാവിനാൽ നീതിയിലേക്ക് വളരുന്ന വളർച്ചയുണ്ട്. ആദ്യത്തെ ഭാഗം നീതിയുടേത് ദാനമാണ്. സെക്കൻഡ് പാർട്ട് ദാനമല്ല, നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന നിങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവമാണ്. നിങ്ങളിൽ നിന്ന് വെളിപ്പെടുന്ന സ്വഭാവം നീതിയായി വെളിപ്പെട്ടാൽ പിശാചിന് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അയൽവക്കത്തേക്ക് വരാൻ പറ്റില്ല. കേൾക്കുന്നുണ്ടോ? നിങ്ങൾ ഉറങ്ങുന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പം നിങ്ങൾ വിശ്വാസമെന്ന കവചവും വിശ്വാസമെന്ന പരിചയം തെറ്റിയോ, നീതി എന്ന കവചവും നിങ്ങൾ ഈ സ്പിരിച്വൽ റിലത്തിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മൈൻഡിനകത്ത് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ടാകണം. നല്ലൊരു കൂട്ടം ആൾക്കാർക്ക് പിശാചിനെ പേടിയാണ്. അതിന് ഈ പാസ്റ്റർമാർ വന്ന്, പ്രവാചകന്മാർ വന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടിരിക്കുക. നിങ്ങളെ തൊടാൻ ഇവറ്റയ്ക്ക് അധികാരമില്ല കേട്ടോ. നിങ്ങളുടെ അകത്ത് ഈ ധൈര്യം ഉണ്ടാകണം. ഓക്കെ, ഇനി നമ്മൾ ഡ്രീമിലേക്ക് വരികയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ കണ്ട ഇത് ഒരാളോട് ചോദിച്ചു, പാസ്റ്റർ ഇങ്ങനെ എല്ലാവരും കൂടെ പറഞ്ഞ് പേടിപ്പിക്കുന്നതിന്. അയ്യോ, എനിക്ക് അങ്ങനെ സിസ്റ്റമേ ഇല്ല. പിശാച് എന്ന വാക്ക് പ്രസംഗത്തിൽ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ ഒരു 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 യാത്ര പോകുമ്പോൾ, ആ യാത്രയിൽ ഒരു അപകടം നിങ്ങൾക്കുണ്ടാകുമ്പോൾ, അപകടത്തിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടേണ്ടത് നിങ്ങളുടെ അത്യാവശ്യമാണ്. രക്ഷപ്പെടുത്തിക്കേണ്ടത് ഒരു വഴികാട്ടിയുടെ അകത്തുള്ള മനോഭാവമാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഇതിനകത്ത് പലർക്കും ഇങ്ങനെ അസ്വസ്ഥ ഉണ്ടായിട്ടുണ്ട്, അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഇവനകത്ത് പ്രധാനമായത് ഇത് മാത്രമല്ല, 2ാം ഭാഗം വരാൻ പോവുകയാണ്. ദൈവം നിങ്ങൾക്കൊരു അനുഗ്രഹം തരാമെന്ന് പറഞ്ഞു. ദൈവം നിങ്ങളുടെ കുടുംബത്തെ വിടുവിക്കാമെന്നൊരു സ്വപ്നം കാണിച്ചു. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഒരു ഭയങ്കര ആനന്ദമുണ്ടാകാൻ പോകുന്നു. ഒരു പുതിയ വീട് തരാമെന്ന് പറയുന്നു. ഇതൊക്കെ സംഭവിക്കാൻ കേട്ടോ. ദൈവം ഒരു ഉണർവുണ്ടാകുമെന്ന് കാണിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിലെ തലമുറകൾ അനുഗ്രഹമാകുമെന്ന് കാണുന്നു. നിങ്ങളുടെ കുടുംബത്തിനകത്ത്, ദേശത്തിനകത്ത്, സഭയ്ക്കകത്ത് ഉണ്ടാകുമെന്ന് ദൈവം കാണിച്ച കാര്യങ്ങൾ തനിയെ ഉണ്ടാകുമോ? അതോ നിങ്ങൾക്ക് അതിനകത്തൊരു പാർട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, പിശാച് ഡെവിളിഷ് റിലത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിനകത്തേക്ക് ഒരു കാര്യം വെളിപ്പെട്ട് വരാൻ പിശാചിൽ നിന്ന് ഒരു ആക്സസ്, നിങ്ങളിൽ നിന്ന് ഒരു ആക്സസ്, കുടുംബത്തിലൊരു വ്യക്തിയിൽ നിന്ന് ഒരു ആക്സസ് ഉണ്ടായതുപോലെ നിങ്ങളോട് ദൈവം തരാമെന്ന് പറഞ്ഞ് കാണിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകാനായി നിങ്ങളിൽ നിന്ന് ആ കാര്യം വരാനായിട്ട് നിങ്ങളിൽ കൂടി ഒരു ആക്സസ് വേണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുകൂടെ പറയാം. സ്വപ്നത്തിൽ നിങ്ങൾ കണ്ട തീയതായ കാര്യം ഡെവിളിഷ് റിലത്തിൽ നിന്ന് ഈ സ്പിരിച്വൽ റിലം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇതെല്ലാം കൂടെ പെട്ടു കേട്ടോ. സ്പിരിച്വൽ റിലം ഗ്രേഡുകളുണ്ട്. അവിടേക്ക് നമുക്ക് പോകാം, പതുക്കെ പോകാം. നിങ്ങൾ ഉറങ്ങുന്നില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ ഈ രാവിലെ എടുക്കുമ്പോൾ എൻ്റെ വിഷമത നിങ്ങൾ ആരും ഇരുന്ന് ഉറങ്ങുമെന്നുള്ളതാണ്. പ്രാർത്ഥിക്കണം നമുക്ക്. അപ്പം നിങ്ങൾ ഞാൻ ഉറങ്ങുന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ അത് മറന്നുപോയി. എന്താ പറഞ്ഞ ഞാൻ വിട്ടുപോയി. അപ്പൊ നിങ്ങൾ ഡെവിളിഷത്തിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ ഇത് ഉണ്ടാകാൻ, അപ്പം എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഞങ്ങൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വ്യക്തിയുടെ ഞാൻ ഒരു വ്യക്തിയോട് പറഞ്ഞതാണ്, എനിക്ക് മെസ്സേജ് ഇട്ടതാണ്, പാസ്റ്ററെ എൻ്റെ കുടുംബത്തിനകത്ത് എന്നെ ഒരു പാമ്പ് കടിച്ചു. അതിനുശേഷം എനിക്ക് ഇന്ന രോഗം ഉണ്ടായി, ഇന്ന രോഗം, ഞാനിപ്പോൾ ആ രോഗിയാണ്. ഇപ്പോൾ പ്രാർത്ഥിച്ച കാര്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് ആ രോഗത്തിൻ്റെ കഠിനതയിൽ നിന്ന് കർത്താവ് നിങ്ങൾ വിടുവിക്കും. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യട്ടെ. പിശാചിൻ്റെ അറ്റാക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടായതുകൊണ്ട്, കടിച്ചതുകൊണ്ടും അറ്റാക്ക് ഉണ്ടായതുകൊണ്ട് ജീവിതം തീർന്നില്ല കേട്ടോ. ഇയ്യോബിൻ്റെ വീട്ടിൽ വന്ന് 10 മക്കളെയും 10 മരുമക്കളെയും 10-ലേറെ കൊച്ചുമക്കളെയും 11,500 മൃഗങ്ങളെയും ഒറ്റ ദിവസം കൊണ്ട് തന്നിലും പിശാച് എടുത്തു മാറ്റിയെങ്കിൽ അവൻ വേദനയ്ക്കകത്ത്, അവൻ വെളിപ്പാടിൽ നിന്നപ്പോൾ കർത്താവ് അവൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി പിശാച് അവനിൽ നിന്ന് എടുത്തു മാറ്റിയവൻ്റെ ഇരട്ടി നൽകിയവനാണ്. കേൾക്കുന്നുണ്ടോ? അപ്പം അതുകൊണ്ട് ഒരു രോഗം വന്നതുകൊണ്ടോ, ഒരു കടി കിട്ടി രോഗം വന്നുകൊണ്ടോ, കുടുംബത്തിനകത്ത് പ്രശ്നമുണ്ടായതുകൊണ്ടോ, കുടുംബത്തെ അവൻ കലക്കിയതുകൊണ്ടോ ഒന്നും പ്രശ്നം ലോകം അവസാനിക്കുന്നില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടിൽ നിൽക്കുകയും നിങ്ങൾ വെളിപ്പാടിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പിശാച് എന്തൊക്കെയാണോ എടുത്തു മാറ്റിയവ, കള്ളൻ ഒരു കാര്യം എടുത്തു മാറ്റിയാൽ തമ്പുരാൻ അത് ഇരട്ടിയായി നൽകുന്നവനാണ്. ഇരട്ടിയായി കള്ളന്റെ കയ്യിൽ നിന്ന് തിരിച്ച് ഇരട്ടിയായി പിടിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് എന്നെ കടിച്ചല്ലോ, എൻ്റെ ജീവിതം തീർന്നല്ലോ എന്നൊന്നും ആരും ചിന്തിക്കരുത്. നമ്മൾ ഈ പ്രാർത്ഥനയിൽ
ദൈവാത്മാവിനാൽ അതിനെ തിരിച്ചു പിടിക്കാൻ പോവുകയാണ്. ഓക്കെ, നമുക്ക് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ അകത്ത് ഈ വന്ന ആക്സസ്സുകൾ, അത് മൃഗങ്ങളാകട്ടെ പാമ്പുകളാകട്ടെ ഏത് അവസ്ഥയിൽ നിന്നാകട്ടെ വന്ന ആക്സസ്സുകൾ നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ ചർച്ചിന് നേരെ, കുടുംബത്തിന് നേരെ, തലമുറകൾക്ക് നേരെ വന്നതുണ്ടെങ്കിൽ, ഇനി കഴിഞ്ഞ ദിവസം ചോദിച്ചൊരു ചോദ്യമാണ്, തലമുറ ഒരു സ്വപ്നം കണ്ടാൽ, ഒരു പ്രശ്നം വരുന്ന സ്വപ്നം കണ്ടാൽ, പാസ്റ്ററെ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് വിടുതലുണ്ടാകുമോ? നിശ്ചയമായിട്ട് തലമുറയ്ക്ക് അത് ഉണ്ടാകുമെന്ന് ദൈവം കാണിക്കും. പക്ഷെ നിങ്ങളാണ് അവനെ, ഇപ്പം എൻ്റെ മോള് കഴിഞ്ഞ ദിവസം കണ്ടൊരു സ്വപ്നമാണ്, എനിക്ക് കിഡ്നിക്ക് രോഗം വന്ന് ഞാൻ കിടപ്പാകുന്നു, അപ്പം വയ്യാതെ കിടപ്പാകുന്നു. അപ്പം അന്ന് രാത്രി ഞാൻ ഈ ടോപ്പിക്കാന എന്ന് പറഞ്ഞൊരു ജ്യൂസ് ഉണ്ട്, അത് ഞാൻ ഒരു ബോട്ടിൽ മൊത്തം കുടിച്ചു രാത്രി. അപ്പം ഞാനിങ്ങനെ രാത്രി മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ വായിച്ചിരിക്കുകയോ ചെയ്ത് കഴിയുമ്പോൾ ഒരു 1:30-2 മണിയൊക്കെ ആയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും. അപ്പം ആ നേരത്ത് ഞാൻ ഒരു ഗ്ലാസ് തണുത്തത് ഇത് കുടിച്ചിട്ടാണ് കിടക്കാറ്. അങ്ങനെ ചില ദിവസങ്ങൾ അന്ന് ഇത് മുഴുവൻ കുടിച്ചു, ഒരു ബോട്ടിൽ മൊത്തം കുടിച്ചു. ഒട്ടൻ മുകൾ മുറിയിൽ കിടക്കുന്ന മോളെ ദൈവാത്മാവ് വാണിംഗ് ചെയ്തു, ഇത് കുടിച്ചാൽ ഉള്ള അവസ്ഥ ഇതാണ്. ഉടൻ തന്നെ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാനത് കുടിച്ചിട്ടില്ല. നമുക്കത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ ദൈവാധികാരം. അപ്പോൾ കൊച്ചിനെ കർത്താവ് കാഴ്ച കാണിച്ചാൽ, നിങ്ങളുടെ കൊച്ചു ദൈവമാണ് കാണിച്ചതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾക്ക് ആ കാര്യങ്ങളിൽ എടുക്കേണ്ട തീരുമാനമെടുക്കാം. 2, നിങ്ങളെ കൊച്ചുമായിട്ടോ നിങ്ങൾ ഒറ്റയ്ക്കോ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ കൊച്ചിനൊരു പക്ഷേ നിങ്ങളുടെ സ്പിരിച്വൽ വളർച്ച ഉണ്ടാകില്ല. നിങ്ങൾ ട്രൂത്തുകൾ കേട്ട് വളർന്നിട്ടുള്ളതിനാൽ നിങ്ങളുടെ അകത്ത് വളർച്ചയുണ്ട്, നിങ്ങളുടെ മേൽ സ്പിരിച്വൽ അതോറിറ്റി ഉണ്ട്. പഠിക്കുന്ന കൊച്ചിനകത്ത് ഒരു പക്ഷെ നിങ്ങളുടെ അകത്തുള്ള വളർച്ച ഉണ്ടാകില്ല. അവൾ തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തു എന്ന തലയോളം വളരുന്ന പ്രോസസ്സിലല്ലായിരിക്കാം. ഡിവൈൻ അതോറിറ്റി നിങ്ങളുടെ മേലുണ്ട്. അതുകൊണ്ട് ആ കൊച്ചിനോട് വേണമെങ്കിൽ പറഞ്ഞിട്ട് കൊച്ചിനെ കൂടെ ഇരുത്തിയിട്ടോ ആ കൊച്ചു കണ്ട ഡ്രീമിനകത്തുള്ള ആ സംഭവം നടക്കുന്നതിന് മുമ്പ് ആ ഭാഗം നിങ്ങൾ ഇമാജിൻ ചെയ്യപ്പെട്ട് ആ സംഭവം നടക്കുന്നതിന് മുമ്പിലേക്ക് ചെന്ന് അവിടെ നിന്നുകൊണ്ട് നിങ്ങളുടെ അധികാരത്താൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവനെ ശാസിക്കാൻ അധികാരമുണ്ട്. ഇനി രണ്ടാമത്, നിങ്ങൾ കടിച്ചു കഴിഞ്ഞാൽ, ഇനി ഇങ്ങനെ ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അവനെ ക്യാൻസൽ ചെയ്യാൻ അധികാരം മാത്രമല്ല, നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക്, ആ കുടുംബത്തിലേക്ക് റിലീസ് ചെയ്യാൻ അധികാരമുണ്ട്. നിങ്ങളൊരു സ്പിരിച്വൽ മാനാണ്, നിങ്ങളൊരു സ്പിരിച്വൽ ലീവിംഗ് ആണ്, നിങ്ങളൊരു ആത്മമനുഷ്യനാണ്, നിങ്ങളൊരു ആത്മജീവിയാണ്. നിങ്ങൾ ഈ ഭൂമിയിലുള്ള മറ്റു മൃഗങ്ങളെ പോലെയല്ല. നിങ്ങൾ പ്രഖ്യാപിക്കണം, യേശുക്രിസ്തുവിൻ്റെ ജീവനും ദൈവിക സമാധാനവും ദൈവിക ശക്തിയും ദൈവിക ഡിവൈൻ ആരോഗ്യവും ഞാൻ ഈ കണ്ട വ്യക്തിയിലേക്ക് ഞാൻ റിലീസ് ചെയ്യുകയാണ്. കണ്ടോ, ഒരു വ്യക്തിക്ക് ജീവൻ അകത്ത് കിട്ടിയാൽ ആ ജീവൻ, ലഭ്യമാകുന്ന ജീവൻ ആ വ്യക്തിക്ക് സകല അവയവങ്ങൾക്കും ശരീരത്തിനും ആരോഗ്യമാണെന്ന് സദൃശ്യവാക്യത്തിലൊരു വാക്യമുണ്ട്. ഞാൻ ഇടയിൽ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്നതാണ്, പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒരു വ്യക്തിയിലേക്ക് നമ്മൾ ജീവൻ ഇമ്പാർട്ട് ചെയ്താൽ ആ ജീവൻ ഇമ്പാർട്ട് ചെയ്യുന്ന വ്യക്തിക്ക് അതിനാൽ ആരോഗ്യം ഉണ്ടാകും. ഞാൻ ആ വാക്യം ഒന്ന് കാണിച്ചു തരാം. എനിക്ക് 1 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് കൂടെ കിട്ടുമല്ലോ. ഒരാളെ വാക്യം ഒന്ന് വായിക്കാമോ? ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാമോ? ഞാൻ ഈ സ്ക്രീനിലിരിക്കുന്ന വാക്യം. സോറി ഡയന, 20-ാം വാക്യം തൊട്ട് വായിക്കുക. മകനെ, എന്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എന്റെ മൊഴികൾക്ക് നിന്റെ ചെവി ചായിക്കുക. അടുത്ത വാക്യം. അവർ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്, നിന്റെ ഹൃദയത്തിന്റെ നടുവിൽ അവയെ സൂക്ഷിച്ചു വെക്കുക. അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. അപ്പൊ വചനം ഒരു വ്യക്തി ചെവി ചായച്ച് കേട്ടാൽ, ആ വചനത്തിൽ നിന്ന് ദൃഷ്ടി മാറ്റാതിരുന്നാൽ, ഹൃദയത്തിന്റെ നടുവിൽ നിന്ന് മാറ്റാതിരുന്നാൽ, അത് കിട്ടുന്നവൻ എന്താണ്? അവന്റെ ജീവന്, അവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു. സകല ജാഗ്രതയോടും അത് നിന്റെ ഹൃദയത്തിൽ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നുമല്ലോ. അപ്പൊ ജീവന്റെ ഉത്ഭവം ഉണ്ടായാലുള്ള മെച്ചം എന്താ? ഈ വചനം നിന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നിന്റെ വചനം ഹൃദയത്തിൽ നിന്ന് എപ്പോഴും ജീവൻ തുറക്കാൻ തുടങ്ങിയാലുള്ള മെച്ചം എന്താ? നിന്റെ ശരീരത്തിന് ഡിവൈൻ ഹെൽത്ത് ഉണ്ടാകും. സാധാരണ വന്നു പോകുന്ന രോഗം നിന്റെ ശരീരത്തിൽ വരില്ല. ഹലോ, ഒരു ആമേനൊക്കെ പറയണമെങ്കിൽ പറഞ്ഞോട്ടോ, ഓഡിയോ ഓൺ ചെയ്തതിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഈ ജീവൻ നിന്റെ ഭവനത്തിനകത്ത് റിലീസ് ചെയ്യാനുള്ള അധികാരമുണ്ട് നിങ്ങൾക്ക്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അപ്പം നമുക്ക് ഇന്ന് രാവിലെ ഇതിനകത്ത് എന്നോട് പലരും ചോദിച്ചു, കുഞ്ഞുങ്ങൾ കണ്ടാൽ, ഭർത്താവ് കണ്ടാൽ, ഭാര്യ കണ്ടാൽ,
ഭാര്യ കണ്ടാൽ എന്നോട് ചോദിച്ചിട്ടില്ല, ഭർത്താക്കന്മാരാരും ചോദിച്ചിട്ടില്ല. മക്കളുടെ കാര്യം ചോദിച്ചിട്ടുണ്ട്. ഭർത്താവ് ചെയ്യുന്ന തെറ്റുകൾ, മക്കൾ ചെയ്യുന്ന തെറ്റുകൾ ഞങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് പരിഹാരം ഉണ്ടാവും. കണ്ടമാനം ക്വസ്റ്റ്യൻ വന്നു കേട്ടോ. ആരെങ്കിലും ക്വസ്റ്റ്യൻ ഞാൻ സ്പെസിഫൈ ചെയ്ത് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാം എനിക്ക് ഓർമ്മയിൽ നിന്ന് വിട്ടുപോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മൾ ഇന്നത്തോടെ ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ 1 മിനിറ്റ് 1-2 മിനിറ്റ് നിങ്ങൾ അന്യഭാഷ പ്രാർത്ഥിച്ചിട്ട്, ഈ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് വരേണ്ട അടുത്തൊരു തലം, ഞാൻ മിനിഞ്ഞാന്ന് ഉച്ച കഴിഞ്ഞുള്ള പ്രാർത്ഥന ഞാൻ കാണിച്ചിരുന്നു. നിങ്ങൾ ഈ പെരിക്കോറിസിസ് എന്ന് പറയുന്ന ഒരു നൃത്തമുണ്ട്. 3 പേര് ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് നിൽക്കുന്ന നൃത്തമാണ്. ആ പെരിക്കോറിസിസ് അവർ നൃത്തം ചെയ്യാൻ തുടങ്ങുമ്പോൾ അവർ 3 പേരാണ്. നൃത്തം ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വിവാഹ പാർട്ടിക്കകത്തിരിക്കുന്ന എല്ലാവരും കാണുന്നു ഒരാളായിട്ടാണ്. ഇതാണ് പെരിക്കോറിസ്. 3 ത്രിയേകനായ ആത്മാവ്, ത്രിയേകനായ ദൈവം. അവർ 3 ആത്മാക്കളാണ്, 3 വ്യക്തികളാണ്, പക്ഷെ അവർ പരസ്പരാധിവാസമുള്ളവരാണ്. ഇതിനകത്തേക്കാണ് ദൈവം നമ്മളെ കൊണ്ടുപോയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാൽ യേശുക്രിസ്തുവിലൂടെ അവനിലൂടെ നിങ്ങൾക്ക് ഏകാത്മാവിനാൽ പിതാവെങ്കിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അപ്പോൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ എന്തുണ്ടാകുന്നത്? നിങ്ങളുടെ ബുദ്ധി അഫലമാവുകയാണ്. നിങ്ങൾ ഇപ്പോൾ വെറും ഒരു മനുഷ്യനല്ല, നിങ്ങൾ വെറും ജഡത്തിൽ ജീവിക്കുന്ന മനുഷ്യനല്ല. നിങ്ങളൊരു ആത്മാവിൻ്റെ ഉടമസ്ഥനാണ്. നിങ്ങളിപ്പോൾ ആത്മാവിൽ അവൻ്റെ അകത്താണ്. നിങ്ങളുടെ ആത്മാവിന് നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഭയങ്കരമായ സ്വാധീനതയുണ്ട് കേട്ടോ, സ്വാധീനതയുണ്ട്. പൗലോസ് പറഞ്ഞൊരു പദം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 1 കൊരിന്ത്യർ ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞൊരു പദമുണ്ട്. ആ പദം എങ്ങനെയാണ്? ഈ രാവിലത്തെ പ്രാർത്ഥനകൾ പ്രത്യേകത പറഞ്ഞു വരുമ്പോൾ ഓരോരോ ഭാഗം ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. നിങ്ങളെ ഈ ഭാഗം ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഭാഗം ശ്രദ്ധിക്കണേ. നിങ്ങളുടെ ആത്മാവും ഈ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. ഈ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയണേ, നിങ്ങളുടെ ആത്മാവിൻ്റെ പവർ. ഒന്ന് വായിച്ച് ഡയാന, ഈ വാക്യം ഒന്ന് വായിച്ച്. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവനായി. ഞാനോ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളുടെ കൂടെയുള്ളവനായി, നിങ്ങളുടെ മധ്യേ ഇരിക്കുന്നവനായി തന്നെ. അപ്പൊ പൗലോസ് ശരീരം കൊണ്ട് കൊരിന്ത് സഭയുടെ കൂടെ ഇല്ലെങ്കിലും ആത്മാവിനാൽ അവരുടെ കൂടെ ഉണ്ടോ? ഹലോ, അടുത്ത വാക്ക്, നിങ്ങളുടെ ആത്മാവും നമ്മുടെ ആത്മാവും ഒന്നിച്ചു ചേർന്നിട്ട്, അവിടെ സോളല്ല എഴുതിയിരിക്കുന്നത്, സ്പിരിറ്റാണ് എഴുതിയിരിക്കുന്നത്. ഇൻ ദ നെയിം ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വെൻ we are gathered together and my spirit with the power of our Lord Jesus Christ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ പൗലോസിൻ്റെ ആത്മാവും അവരുടെ ആത്മാവും ഒന്നിച്ചു ചേരുക. അപ്പൊ ആത്മ മനുഷ്യന് ഒന്നിച്ചു കൂടാൻ പറ്റുമോ? ഹലോ, നിങ്ങളും എൻ്റെ ആത്മാവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയോട് ഒന്നിച്ചു കൂടും. അപ്പൊ സ്പിരിച്വൽ റിലത്തിനകത്ത് നമ്മുടെ ആത്മാവ് ഒന്നായി തീരുന്ന അനുഭവം ഉണ്ടോ? ആരോടാ ഞാൻ ചോദിക്കുന്നത് അല്ലേ? അപ്പൊ നിങ്ങളുടെ സ്പിരിച്വൽ മാൻ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ശക്തനാണോ? നിങ്ങളുടെ ഫിസിക്കൽ ബോഡിയേക്കാൾ, നിങ്ങളുടെ സോളിനേക്കാൾ ശക്തിമാനാണോ നിങ്ങളുടെ സ്പിരിച്വൽ മാൻ? ചില ചോദിക്കാറുണ്ട്, എന്നോട് ചോദിക്കാൻ, പാസ്റ്ററാണല്ലേ? അതെ, ഞാൻ പാസ്റ്ററാണ്. അപ്പനാണല്ലേ? അതെ, അപ്പനാണ്. മോനാണല്ലേ? മോനാണ്. എല്ലാമാണ്. അപ്പനാണ്, മോനാണ്, ഭാര്യയാണ്, ഭാര്യയല്ല, ഭർത്താവാണ്, ബൈബിൾ സ്കൂൾ ബൈബിൾ പഠിപ്പിക്കുന്ന അധ്യാപകനാണ്, എല്ലാമാണ്, സഹോദരനാണ്. പക്ഷെ ഇതെല്ലാം യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയൊരു യാഥാർത്ഥ്യം ഞാനൊരു മനുഷ്യനാണ്. ആ മനുഷ്യനായതുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടായത്. ഇതുപോലെ സത്യത്തിൽ നിങ്ങൾ ആരാണ്? സത്യത്തിൽ നിങ്ങളൊരു ആത്മമനുഷ്യനാണ്. ഹലോ, ആരോ ബോറടിച്ച് പോയതാണോ? സാരമില്ല കേട്ടോ, ഇത് നിങ്ങളകത്ത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന റിയാലിറ്റി. ഞാൻ രാവിലത്തെ എനിക്കറിയാം, ഇത് ക്ലാസ് അല്ല, പ്രാർത്ഥനയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിങ്ങൾ സത്യത്തിലൊരു ആത്മമനുഷ്യനാണ്. രക്ഷിക്കപ്പെട്ട ഓരോരുത്തരും, സ്നാനപ്പെട്ട ഓരോരുത്തരും അറിയണം, നിങ്ങളൊരു ആത്മമനുഷ്യനാണ്. നിങ്ങൾ വെറും ഒരു മനുഷ്യനല്ല. നിങ്ങളുടെ ആത്മാവ് സജീവമാണ്. നിങ്ങളുടെ ആത്മാവിന് ഭയങ്കര പവർ. ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ചിന്തിക്കുന്ന പരിധി അല്ല, പരിമിതി ഇല്ലാത്തവനാണ് ഇത്. ടൈംലെസ് ആണ്. അവിടെ നിൽക്കട്ടെ, തിരിച്ചു വരാം. അപ്പം നിങ്ങളുടെ ആത്മാവിൻ്റെ പവർ നിങ്ങൾ മനസ്സിലാക്കാതിരിക്കരുത്. അപ്പം ആ ആത്മാവിലാണ് നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ള സന്ദേശം പിടിച്ചെടുത്തത്.
അപ്പം ഇന്നത്തോടെ നമ്മൾ ഈ തെറ്റായ സ്വപ്നം എന്നുള്ള കാര്യം തെറ്റാണ് കേട്ടോ. ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട സ്വപ്നമാണ് നിങ്ങൾ കാണുന്ന വാണിങ്ങുകളുടെ സ്വപ്നം. ഞാൻ എന്നും തെറ്റായ സ്വപ്നങ്ങളെ കാണുള്ളൂ, ചീത്ത സ്വപ്നം കാണുള്ളൂ. നോ, നിങ്ങൾ കണ്ട സ്വപ്നം നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രൊട്ടക്ഷനാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം. രണ്ടാമത്, ആദ്യം നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കും 2 മിനിറ്റ് നേരം. എന്നിട്ട് നിങ്ങൾ ഇതുവരെ ക്യാൻസൽ ചെയ്യാത്ത എല്ലാം ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യണം. രണ്ടാമത് നമ്മൾ ഇന്ന് അതുകൂടെ പ്രാർത്ഥിക്കാൻ പോവാണ്. അവിടേക്ക് കയറാം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നുകൊണ്ടിരിക്കും. രണ്ടാമത്, നിങ്ങൾ ഒരു ഉണർവുണ്ടാകുമെന്ന് കണ്ടില്ലേ? നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകുമെന്ന് കണ്ടില്ലേ? നിങ്ങൾക്ക് ദൈവം ചില നന്മകൾ, അനുഗ്രഹം നൽകുമെന്ന് കണ്ടില്ലേ? അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? അത് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾ അത് റിലീസ് ചെയ്താൽ, ഒന്ന്, പിശാചിന് ആക്സസ് കിട്ടിയത് നിങ്ങൾ ഏറ്റുപറച്ചില്ലാൽ അടച്ചു. എന്നിട്ട് ആ ആക്സസിനെ നിങ്ങൾ വ്യാപരിക്കുന്ന അധികാരത്താൽ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് അതിൻ്റെ തിക്തഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ ലൈഫിനെ റിലീസ് ചെയ്തു. 3 കൂട്ടം കാര്യം നിങ്ങൾ ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് അത് ആദ്യം 3 കൂട്ടം കാര്യം ചെയ്യാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വരാം. എന്നിട്ട് സമയമുണ്ടെങ്കിൽ മറുഭാഗം ചെയ്യാം. ഇനി പറഞ്ഞ കാര്യം 3 കൂട്ടം കാര്യം ചെയ്യാൻ പോവാണ്. ഒന്ന്, അങ്ങനെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഡ്രീം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ഒന്ന്, നിങ്ങൾ ആ ഡ്രീം കണ്ട സമയത്തേക്ക്, അത് ഈ കാലഘട്ടത്തിലൊക്കെ കണ്ടതാണെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് നിങ്ങളുടെ വീടിനകത്ത് അതിൻ്റെ റിസൾട്ട് വന്നു, എഫക്റ്റ് വന്നു കഴിഞ്ഞു. പല കുടുംബങ്ങൾ, ഇന്നലെ ഒരു വ്യക്തി കൊണ്ട് പറഞ്ഞു, പാസ്റ്റേ ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതാണ്, പക്ഷെ എനിക്കന്ന് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് വന്ന് എൻ്റെ കുടുംബത്തിൽ കണ്ടമാനം പ്രശ്നമുണ്ടായി. അപ്പോൾ ആ പ്രശ്നമുണ്ടായ വ്യക്തിയോട് ഞാൻ പറയുന്നു, നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങനെ പ്രശ്നമുണ്ടാകാൻ കാരണം അവന് കിട്ടിയ ആക്സസ് ആണെന്ന് മനസ്സിലായി. 2, നിങ്ങൾ അതിനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, അത് വന്നു, നിങ്ങളുടെ കുടുംബത്തിന് റിസൾട്ട് വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ അധികാരത്തിൽ വന്നതിനാൽ അധികാരം തിരിച്ചറിഞ്ഞ് ഒന്നുകൂടെ നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറയുക. 2, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് ദൈവത്താൽ ഒരു ഉദ്ധാരണം, ഒരു വിടുതൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതിന് കാരണമാകുന്നവ എൻ്റെ പ്രാർത്ഥനയാണ്, എന്നിൽ വ്യാപരിക്കുന്ന അധികാരമാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അധികാരത്താൽ നിങ്ങൾ പ്രഖ്യാപിക്കുക. ദൈവത്തെ ഓർത്ത് ഈ കാര്യത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കാൻ പോകരുത്. ഓക്കെ, അപ്പം 2 കാര്യം ഞാനിപ്പോൾ പറഞ്ഞു. ഒന്ന്, നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾ ഈ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം. ഞാൻ ഇന്നലെ രാവിലെയും നിങ്ങൾ പറയുന്ന ഒരു തിന്മയായ സ്വപ്നം കണ്ടു. നിങ്ങൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഒരു തിന്മയായ സ്വപ്നം, പക്ഷെ അതൊരു വാണിംഗ് ആണ്. ഞാൻ അവനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. ഞാൻ ലിൽസിയോട് പറഞ്ഞു, ലിൽസിൻ്റെ കാര്യം നീ പ്രാർത്ഥിക്കണം. ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ കണ്ട ഡ്രീമുകളെ നിങ്ങൾ ദൈവത്തോട് പാപങ്ങൾ ക്ഷമ ചോദിച്ച് അതിൻ്റെ ആ സംഭവം നടക്കാത്ത തലത്തിലേക്ക് നിങ്ങൾ ചെന്ന് അതിനെ നിങ്ങൾ ക്യാൻസൽ ചെയ്ത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. 2, അതിൻ്റെ എഫക്റ്റുകൾ ഉണ്ടാകാതിരിക്കേണ്ടവന് അവൻ്റെ ജീവനും അവൻ്റെ ആത്മാവും അവൻ്റെ ശക്തിയും നിങ്ങളുടെ ആ മേഖലയിൽ ഇമ്പാക്റ്റ് ആകുവാൻ നിങ്ങൾ പ്രഖ്യാപിക്കുക. അത് പ്രഖ്യാപിക്കും. 1-ാം ഭാഗം. 2-ാം ഭാഗം, ഇതിൻ്റെ റിസൾട്ട് എഫക്റ്റ് ഉണ്ടായി. ഒരു പാമ്പ് നിങ്ങളുടെ കൊച്ചിനെ കടിക്കുന്ന കണ്ടു, ആ കൊച്ചിന് പ്രശ്നം ഉണ്ടായി. ഒരു പാമ്പ് നിങ്ങളുടെ കുടുംബത്തിൽ വരുന്ന കണ്ടു, കുടുംബം ഭയങ്കര പ്രശ്നത്തിലായി. എന്ത് ചെയ്യും? വീണ്ടും ഈ ആക്സസ് ഉണ്ടാകാൻ കാരണമുണ്ട്, പാപം കാരണമാണ് അവൻ്റെ കാരണം. അത് ഏറ്റുപറഞ്ഞ് അടയ്ക്കുക. 2, നിങ്ങളുടെ മേൽ അധികാരമുണ്ടെന്ന് തിരിച്ചറിയുക. സംഭവം നടന്നു കഴിഞ്ഞു, പക്ഷെ ആ നടന്ന സംഭവത്തിൽ ഇനി ജീവിക്കേണ്ട. അതിൽ നിന്ന് റെസ്റ്റോറേഷൻ ഉണ്ട്. അതിൽ നിന്ന് ദൈവാത്മ നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുന്നവനാണ്. അവൻ നമ്മെ അനുഗ്രഹിക്കുന്നവനാണ്. ഇയ്യോബിനെ മടക്കി കൊണ്ടുവന്നവനാണ് നമ്മുടെ തമ്പുരാൻ. ഇരട്ടിയായി ദൈവം പകരം നൽകിയവനാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ 2-3 മിനിറ്റ് നേരം എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിക്കണം കേട്ടോ. ഇത് യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ കാണുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് യൂട്യൂബിൽ കാണുന്നവരും നിങ്ങൾ വെറുതെ ഇതിൻ്റെ മെസ്സേജ് മാത്രം കേട്ടുപോയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്ക് അറിവ് ചീർപ്പിക്കും, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ ഈ സമയത്ത് തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന കാര്യം ഞാൻ ഓർപ്പിക്കുകയാണ്. എല്ലാവരും നിങ്ങളുടെ വീട്ടിൽ മറ്റ് സൗണ്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആത്മസ്ഥാനം പ്രാപിക്കാത്തവരാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ സ്തോത്രം അല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ അന്യഭാഷ തന്നെ പ്രാർത്ഥിക്കണം. ആത്മസ്ഥാനം പ്രാപിക്കാത്തവർ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു, വേണ്ടത് ഞാൻ പറഞ്ഞില്ല. ആത്മസ്ഥാനം പ്രാപിച്ച എല്ലാവരും മൈക്കുകൾ അൺമ്യൂട്ട് ചെയ്ത്, നിങ്ങളുടെ വീട്ടിനകത്ത് ശബ്ദങ്ങളില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് ചില മിനിറ്റുകൾ എല്ലാവരും പ്രാർത്ഥിച്ച്, എന്നിട്ട് ആ ആത്മതലവുമായി പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് ആയെന്ന് തോന്നുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ബോധ്യം വരും, നിങ്ങൾ ആ റിലത്തിലേക്ക് പ്രവേശിച്ചു വന്നു. ഇനി ഞാൻ ഒരു മിനിറ്റ് ഞാൻ ഈ പറയാൻ വിട്ടുപോയ കാര്യങ്ങളിടയിൽ പിന്നെയും ഓർമ്മ വരികയാണ്.
ഒരു ഡൗട്ട് വന്നു. അപ്പം നിങ്ങൾ ഈ അന്യഭാഷ പ്രാർത്ഥിച്ചു, നേരത്തെ പെരിക്കോറിസിസ് അല്ലെങ്കിൽ ഡിവൈൻ ട്രിയൂണിറ്റിയിലേക്ക്, പിതാവിലേക്ക്, പുത്രനിലൂടെ പിതാവിലേക്ക് നമുക്ക് എൻട്രൻസ് കിട്ടി. അപ്പം എപ്പോഴും പാസ്റ്ററെ ഞങ്ങൾക്ക് ഇങ്ങനെ എൻട്രൻസിന് വേണ്ടി പ്രാർത്ഥിക്കണോ? എപ്പോഴും അവന് വേണ്ടി വേണോ പ്രാർത്ഥിക്കേണ്ടത്? വേണ്ട കേട്ടോ. അതിനകത്ത് വീണ്ടും നിങ്ങൾക്ക് റിലങ്ങൾ ചേഞ്ച് ആകും, അതിൻ്റെ ഡെസ്റ്റിനികൾ ചേഞ്ച് ആവും. ഓരോ സ്പിരിച്വൽ ഓരോ റിലങ്ങൾ, വ്യത്യസ്ത റിലങ്ങളുണ്ട്. ഇപ്പം ഞാൻ അവിടേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ അന്യഭാഷയിൽ പ്രാർത്ഥിച്ച് സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് അല്ലെങ്കിൽ ഡിവൈൻ റിലത്തിനകത്തേക്ക് നിങ്ങൾ ബുദ്ധി അബലമാകുന്ന തലത്തിലേക്ക് എൻ്റർ ആകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ പ്രാർത്ഥന കഴിഞ്ഞ താഴേക്ക് പോരരുത്. അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ അതിനകത്താണെന്നുള്ള, നിങ്ങൾ അവൻ്റെ അകത്താണെന്നുള്ള മനോഭാവം നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ, നോട്ടത്തിൽ, ഇടപെടലുകളിൽ എല്ലാം നിങ്ങൾ കീപ്പ് ചെയ്യണം. എങ്കിലാണ് നിങ്ങൾക്ക് അടുത്തേക്ക് പോകാൻ പറ്റുന്നത്. ഇതെന്തുവാ? ഇത് കഴിഞ്ഞ ഡിവൈൻ ട്രിയൂണിറ്റിക്കകത്ത് ഞങ്ങളായി, ക്രിസ്തുവിലായി. ട്രിയൂണിറ്റിക്കകത്തേക്ക് ആയെന്ന് കേട്ടോ ആ പദം എണിപ്പോൾ ആൾക്കാർക്ക് പിടിക്കാൻ പറ്റും കേട്ടോ. ഈ നിരൂപകന്മാർ, നിങ്ങളല്ല, യൂട്യൂബിനകത്ത് കാണുന്ന നിരൂപകന്മാർ ശ്രദ്ധിക്കുക. ഞങ്ങൾ പാവങ്ങളാണ്, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് ആശയപരമായിട്ട്, അടിസ്ഥാനപരമായി തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, ഞങ്ങൾ തിരുത്താൻ റെഡിയാണ്. പക്ഷേ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഒരു വാക്കെ പിടിച്ച് നിങ്ങൾ വരരുത്. ഞങ്ങൾക്കിത് മനസ്സിലാകും, ഞങ്ങളാരും ത്രിയേകരായ ദൈവത്തിൽപ്പെട്ടവരല്ല, പക്ഷെ ഞങ്ങളെ കർത്താവ് അതിനകത്തേക്ക് ആത്മാവിൽ എൻട്രാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ദൈവിക ആ ആത്മതലത്തിലേക്ക് എൻട്രായി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞ് ഓട്ടം തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങളുടെ പറഞ്ഞു പറ്റിയായിരുന്നു ഇത്ര നേരം, ഓട്ടം തന്നെ നിങ്ങൾ ചട്ടത്തിൽ പ്രതികരിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിപ്പോൾ എങ്ങോട്ട് എൻ്റർ ആയത്? ക്രിസ്തുവിലൂടെ നിങ്ങൾ പിതാവിങ്കിലേക്ക്, ആത്മറിലത്തിലേക്ക്, സ്വർഗതലത്തിലേക്ക് നിങ്ങൾ എൻ്ററായി നിങ്ങൾ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇന്നലെ പ്രതികരിച്ചതുപോലെ നിങ്ങളുടെ ഭർത്താവിനോടോ ഭാര്യയോടോ മക്കളോടോ പ്രതികരിക്കരുത്. ആ റിലം നിങ്ങളുടെ പ്രായോഗിക തലത്തിൽ നിങ്ങൾ കീപ്പ് ചെയ്യണം. അത് കീപ്പ് ചെയ്യാൻ ഒരു ബോധ്യം നൽകാൻ, ജ്ഞാനം നൽകാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എങ്കിൽ നിങ്ങൾക്ക് അടുത്ത റിലയത്തിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളുടെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത്, എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. ചില മിനിറ്റുകൾ, 2-3 മിനിറ്റ് വരെ എല്ലാവരും അന്യഭാഷ പ്രാർത്ഥിച്ച് മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്ത് അന്യഭാഷ പ്രാർത്ഥിച്ച് അടകദന വൈഷ പ്രൗഢവന റബംബവാനിക പ്രൗഢവന ഘടകദന വേദ പ്രൗഢവന ഘടകദന അരക പ്രൗഢ പ്രൗഷവന ഘടകദനം. നിങ്ങളുടെ മൈക്കിളെല്ലാം അൺമ്യൂട്ട് ചെയ്യണം കേട്ടോ. ഷാബാൽ ഘടകദന റാഷ. ഇതൊരു സ്പിരിച്വൽ വർക്ക്ഷോപ്പാണ്, ഒരു സ്പിരിച്വൽ വർക്ക്ഷോപ്പാണ്. നിങ്ങൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണം. ഷാബ റബ പ്രൗഷവന അംദൽ ഘടകദന വേദ പ്രൗഷവന ഘടകദന അംദൽ പ്രൗഢവന ജപ പ്രൗഷവന ഹദുരവന ഘടകദന ശസ്കനാദിന പ്രൗഢവന ഘടകദന വേദ പ്രൗഢവന ഘടകദന. പരിശുദ്ധാത്മാവേ, ഓ റബ 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 പ്രൗഷവന ഹദുരവന ഘടകദന ലംബ പ്രൗഷവന രഗീഷസ് കലാചിന പ്രൗഷിബിൽ റോബിക വൈഡൽ റോബെ വൈഷ പ്രൗഡ് ശബാന ബക്ഷി പ്രൗഢവന ഘടകദനം. പരിശുദ്ധാത്മാവേ, ഇന്ന് രാവിലെ ഞങ്ങൾ ഈ 60 പേർ ഒരുമിച്ച് അങ്ങയുടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഞങ്ങൾ ആത്മതലത്തിൽ, ആത്മാവിൽ ഞങ്ങൾ അങ്ങയിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങൾ ആത്മാവിൽ ഞങ്ങൾ ഒന്നാവുകയാണ്. ഷാബൽ ഘടകവന. കർത്താവേ, പൗലോസ് പറഞ്ഞതുപോലെ എന്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും ഒന്നിച്ചു ചേരുകയാണ്. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവേ അങ്ങയുടെ കൃപാസനത്തിന്റെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വരികയാണ്. ഷാബൽ ഘടകവന. ഈ ജനം അങ്ങയുടെ ആത്മാവിനാൽ അങ്ങയിൽ നിന്ന് കണ്ടിരിക്കുന്ന കാഴ്ചകൾ, അപ്പാ, അതൊരു ഡെവിളിഷ് റിലത്തിൽ നിന്ന്, ഒരു ഈവിൾ റിലത്തിൽ നിന്ന് ഈ തലമുറകളുടെ മേൽ, ഇവരുടെ കുടുംബത്തിന്റെ മേൽ ഉണ്ടാകുമെന്ന് അങ്ങ് കാണിച്ചു കൊടുത്ത ആ കാര്യങ്ങൾ, അതിന് പിൻപിൽ കാരണമായിട്ടുള്ള ആക്സസുകൾ ഇവരുടെ ജീവിതത്തിൽ വന്ന, ഈ കുടുംബത്തിൽ വന്ന കുറവുകളാണെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പിതാവേ, ഞങ്ങളെ കുറവുകളുമായിട്ട് ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് അടുത്തു വരികയാണ്. അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. അവന്റെ വാതിലുകളെ ഇന്ന് രാവിലെ ഞങ്ങൾ അടയ്ക്കുകയാണ്. പൊട്ടച്ചൊല്ല്, ചീത്തത്തരം, കളിവാക്ക്, ചേർച്ചയല്ലാത്തവ, ദൈവരാജ്യത്തിന്റെ നന്മകൾ കട്ട
വിട്ടെടുത്തവ കർത്താവ്, ഞങ്ങൾ ദൈവത്തിന് കൊടുക്കാതിരുന്നവ, ഞങ്ങൾ വിശുദ്ധിയിൽ വളരാതിരുന്നവ, ഞങ്ങൾ അങ്ങയുടെ വചനത്തെ അവഗണിച്ചവ, ഞങ്ങൾ അഭിഷക്തന്മാർക്കെതിരെ സംസാരിച്ചവ എല്ലാം ഇന്ന് രാവിലെ ഞങ്ങളോട് ക്ഷമിച്ച് പരിശുദ്ധാത്മാവേ ഒരു വലിയ വിശുദ്ധീകരണത്തിലേക്ക്, ഒരു വലിയ വിശുദ്ധീകരണത്തിലേക്ക്, ഒരു വലിയ സാന്റിഫിക്കേഷനിലേക്ക്, ഒരു വലിയ സാന്റിഫിക്കേഷനിലേക്ക്, ഒരു വലിയ ഹോളിനെസ്സിലേക്ക് അങ്ങ് ഞങ്ങളെ മടത്തേണ്ടവനായി. ഞങ്ങളുടെ തലമുറകളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ തലമുറകളുടെ കുറവുകളെ ക്ഷമിക്കണമേ, ഞങ്ങളുടെ കർത്താവേ ജീവിത പങ്കാളിയുടെ കുറവുകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ രക്തത്താൽ കഴുകണമേ, വചനത്താൽ കഴുകണമേ, ആത്മാവിനാൽ കഴുകണമേ, ജീവനാൽ കഴുകണമേ, ഓരാ നാമത്താൽ കഴുകണമേ, കഴുകണമേ അപ്പാ. അവന് പ്രവേശിക്കുവാനുള്ള ആക്സസുകളെ ഇന്ന് രാവിലെ ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ആ വാതിലുകൾ അടയ്ക്കുകയാണ്. ഷാബാ പിശാചേ, നിന്റെ വരവുകളെ ഞങ്ങൾ ഇന്ന് രാവിലെ അധികാരത്തോടെ അടയ്ക്കുകയാണ്. അന്യഭാഷയൊക്കെ സംസാരിച്ച സ്പിരിച്വൽ റിലത്തിനകത്തേക്ക് എൻ്റർ ആകാൻ പറ്റും. നോക്കിയേ, പുതിയ ഭാഷകൾ വരുമ്പോൾ നോക്കിയേ, റിലങ്ങൾ ചേഞ്ച് ആകുന്നതിനനുസരിച്ച്, ഡൊമീനിയൻ മാറുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഭാഷകൾ ചേഞ്ച് ആകാൻ പറ്റും. എവിടെയൊക്കെയാണോ അവന് അധികാരം, അതോറിറ്റി ഉള്ളത്, ആ റിലങ്ങൾ പൊട്ടട്ടെ, ആ റിലങ്ങൾ പൊട്ടട്ടെ. നിന്റെ ഭാവിക്ക് വിരോധമായി, നീ അനുഭവിക്കേണ്ട അനുഗ്രഹത്തിന് വിരോധമായി അവൻ കെട്ടിവെച്ചിരിക്കുന്ന, അവൻ അതിലേക്ക് എൻട്രാകാൻ അനുവദിക്കാതെ നിൽക്കുന്ന റിലങ്ങളെ ഇവിടെ നിങ്ങളുടെ അകത്ത് ആത്മമനുഷ്യൻ സജീവമാകുന്നെങ്കിൽ, സ്പിരിച്വൽ അതോറിറ്റിയെ കുറിച്ചുള്ള വെളിപ്പാട് വരുന്നെങ്കിൽ, നിങ്ങൾ അവനെ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇപ്പോൾ ആ അധികാരം ഉപയോഗിക്കുക, ഇപ്പോൾ ആ അതോറിറ്റി ഉപയോഗിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ദുഷ്ടൻ തൊട്ടിട്ടതും, വർഷങ്ങൾക്ക് മുമ്പ് അവൻ കടിച്ചിട്ടതും, വർഷങ്ങൾക്ക് മുമ്പ് അറ്റാക്കുകൾ ഇന്ന് രാവിലെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ആകുന്നു. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചത് രണ്ട് കാര്യങ്ങൾക്കാണ്. ഒന്ന്, ഇപ്പോൾ നിങ്ങൾ അടുത്ത് കണ്ട കാര്യങ്ങൾ. രണ്ട്, പണ്ട് കണ്ടു, അത് ക്യാൻസൽ ചെയ്യാൻ പറ്റിയില്ല, അതിൻ്റെ റിസൾട്ട്, അതിൻ്റെ എഫക്റ്റ് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ആക്സസുകൾ തിരിച്ചറിഞ്ഞ്, നിങ്ങളുടെ മേലെ അധികാരങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങളത് ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിലേക്ക് നിങ്ങൾ കർത്താവിൻ്റെ ജീവനും കർത്താവിൻ്റെ ശക്തിയും കർത്താവിൻ്റെ ബലവും നിങ്ങൾ ഇമ്പാക്റ്റ് ആകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളൊരു സ്പിരിച്വൽ അതോറിറ്റിയുള്ള ആളായതുകൊണ്ട് ആ തലങ്ങളിൽ വന്ന നഷ്ടങ്ങൾ മുഴുവൻ ദൈവാത്മാവ് എടുത്തു മാറ്റി നിങ്ങളുടെ കുടുംബത്തിന്മേൽ കർത്താവ് ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഡോറ് ഇയ്യോബിൻ്റെ കുടുംബത്തിന്മേൽ തുറന്നതുപോലെ കർത്താവ് തുറക്കും. ഇതിൻ്റെ പ്രഥമമായ ഭാഗമാണ്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട്, ദൈവം നിങ്ങളെ ഒരു ഡ്രീം കാണിക്കുന്നു. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നന്മയുണ്ടാകാൻ പോവുകയാണ്.
കർത്താവ് എന്നെ ഒരു വീട് കാണിച്ചിട്ടുണ്ട്. കർത്താവ് ആ വീട് ഒരു അനുഗ്രഹമാകാൻ പോകണം. ഇത്ര മാസം കഴിഞ്ഞാൽ ആ വീട് അനുഗ്രഹമാകാൻ പോവുകയാണ്. അത് ദൈവം ഒരു വീട്, ഒരു ഭവനത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ ഹൃദയത്തിനകത്തുള്ള ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തം ആത്മതലത്തിൽ നിന്ന് ആ കുടുംബത്തിലേക്ക് റിലീസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് എന്നെ അൻസൻ പാസ്റ്റർ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, പാസ്റ്റർ വണ്ടി വിൽക്കും, വേഗത്തിൽ വിൽക്കും, മറ്റൊരു വണ്ടി പാസ്റ്റർ വാങ്ങും, ഹൈബ്രിഡ് വണ്ടി വാങ്ങും. ഇന്നലെ മിനിഞ്ഞാൻ ഞങ്ങൾ ഈ കാര്യം, അപ്പോൾ ഒരു അഭിഷേക് ഞാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് ചുരുക്കി പറയുകയാണ്, മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. ഇവിടെ വന്ന പാസ്റ്റർ ഞാനൊരു വാഹനം ഞാൻ റിലീസ് ചെയ്യുകയാണ്. അപ്പം ഞാനത് പ്രൈസ് ലോട്ട്, നമ്മൾ സാധാരണ പറയുന്ന പോലെ പ്രൈസ് ലോട്ട് പറഞ്ഞു. പക്ഷെ അന്ന് രാത്രി നമ്മുടെ അപ്പുവിനെ കർത്താവ്, ഞാൻ അന്ന് രാത്രി അത് വെറുതെ ഒരു ഹൈബ്രിഡ് വണ്ടി കയറി നോക്കിയപ്പോൾ കണ്ട വണ്ടി വെറുതെ നോക്കിയതാണ്. അവനത് ഡ്രീമിൽ കണ്ടു. അപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? വണ്ടി നോ, ഒരിക്കലും വണ്ടിയുടെ പുറകെ പോകരുത്. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കേട്ട് കഴിയുമ്പോൾ അത് ദൈവം പറഞ്ഞൊരു വാക്തത്വമാണെന്നുള്ള സ്പിരിച്വൽ റിലത്തിൽ ആ സ്ഥാപനം റിലീസായി. എവിടേക്ക്? നാച്ചുറൽ റിലത്തിലേക്ക്. അത് റിലീസാകണമെങ്കിൽ, തിന്മ പറഞ്ഞവർ റിലീസായത് എന്തിനാലാണ്? പാപത്താലാണ്. ഇപ്പൊ ദൈവം പറഞ്ഞ ബ്ലെസ്സിങ് റിലീസാകുന്നത് എന്തിനാലാണ്? റൈച്ചസ്നെസ്സിനാലാണ്, നീതിയാലാണ്. അപ്പൊ നീ അവനെ നിരാകരിക്കരുത്, അതിനെ നീ അവഗണിക്കരുത്. അത് വരുമ്പോ വന്നോട്ടെ എന്ന ഒരു അവഗണന അവൻ്റെ മേൽ പാടില്ല. നീ അവന് ആമയും പറഞ്ഞ് ഇത് ദൈവത്താലാണെന്ന് മനസ്സിലാക്കി അവൻ്റെ പുറകെ പോകുകയും ചെയ്യരുത്. അവൻ്റെ പുറകെ ഇനി ഇപ്പം ഞങ്ങൾ നമ്മുടെ ചർച്ചിന് നമ്മുടെ മിനിസ്ട്രിക്ക് വേണ്ടി നമ്മളൊരു ഈക്കോ വണ്ടി മേടിച്ചു. പിന്നെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോൾ മൊത്തം കാണുന്ന ഈക്കോ ആണ്. നിങ്ങളോടൊരു പ്രവാചകൻ പറയുക, ഞാൻ നിങ്ങൾക്കൊരു 2 വില വീട് വരാൻ പോകും. പിന്നെ നിങ്ങൾ കാണുന്ന മുഴുവൻ 2 വില വീടായിരിക്കും റോട്ടിൽ കൂടെ പോകുമ്പോൾ. നോ, നെവർ. നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്താണ് നിങ്ങളുടെ മേൽ ബ്ലെസ്സിങ്ങൾ തുറക്കുന്നത്. നിങ്ങൾ അതിൻ്റെ പുറകെ മടക്കരുത്. പക്ഷേ റിലീസ് ചെയ്ത സ്പിരിച്വൽ റിലത്തിൽ റിലീസായ ബ്ലെസ്സിങ്ങിനെ നിങ്ങൾ അവഗണിക്കുകയും ചെയ്യരുത്. ഓക്കെ, നിങ്ങളെ കർത്താവ് കാണിച്ചിട്ടുള്ള ഡ്രീമുകൾ ഒന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കി. ഉണർവിനെ കുറിച്ച് കാണിച്ചത്, നിങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച് കാണിച്ചത്, നിങ്ങളുടെ പട്ടണത്തെക്കുറിച്ച് കാണിച്ചത്, നിങ്ങളുടെ തലമുറയുടെ ഭാവിയെക്കുറിച്ച് കാണിച്ചു. ഇതൊക്കെ ഉണ്ട് കേട്ടോ. പഠിക്കുന്ന സ്കൂളുകൾ, എടുക്കുന്ന കോഴ്സ്, അവരുടെ വിവാഹ ജീവിതം, ഇതെല്ലാം ദൈവം കാണിക്കും കേട്ടോ. എല്ലാം കാണിക്കും കേട്ടോ. ഇത് കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളെ കണ്ട കാഴ്ചകൾ നിങ്ങളുടെ മനസ്സിനകത്തേക്ക് കൊണ്ടുവന്ന് ഇത് ദൈവം പറഞ്ഞതാണ്, ദൈവം കാണിച്ചതാണ് എന്ന ബോധ്യത ദൈവം കാണിച്ചതാണെങ്കിൽ കേട്ടോ. ചിലർ വെറുതെ കിടന്ന് സ്വപ്നം കണ്ടു നടക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. എന്തും ചെയ്തു നടക്കുന്ന ഒരു കാര്യമല്ല ഞാനിപ്പോൾ, സ്പിരിച്വൽ ഗ്രോത്ത് ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡിനകത്തേക്ക് അത് കൊണ്ടുവന്ന്, ഇത് ദൈവമാണ് എന്നോട് പറഞ്ഞത്. ഞാൻ ഇതിനകത്തിരിക്കുന്ന ഒരു വ്യക്തിയുടെ വീട് അനുഗ്രഹമാകുമെന്ന് കണ്ടിട്ടുണ്ട്. ഇപ്പോഴല്ലേ ആ വ്യക്തിക്ക് അറിയാതെ. അപ്പം ആ വ്യക്തി എന്ത് ചെയ്യണം? വ്യക്തി ആ ദൈവം കാണിച്ച കാഴ്ച സജിപ്പാസ്റ്റർ കണ്ടു എന്നല്ല, ദൈവമാണ് എന്നോടത് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ മുഖാന്തരം എൻ്റെ ഭവനത്തിൽ അത് റിലീസാകും. പാപം റിലീസാകാൻ, തിന്മ റിലീസാകാൻ, നഷ്ടങ്ങൾ റിലീസാകാൻ, പാപം ആ കുടുംബത്തിനകത്തൊരു ആക്സസ് ആയിരുന്നെങ്കിൽ ദൈവിക വാക്തത്വങ്ങൾ റിലീസാകാൻ റൈച്ചസ്നെസ് ഒരു ആക്സസ് ആണ്. ഇത് എൻ്റെ അകത്ത് വന്ന ബോധ്യം പറയുകയാണ്. ഒരു വേദശാസ്ത്രജ്ഞനും ഇത് പറഞ്ഞതായിട്ട് എനിക്ക് അറിവില്ല. ബൈബിൾ ഞാനൊന്ന് പരിശോധിക്കാൻ പോവുകയാണ്. നിങ്ങൾ വളരുന്ന നീതിയുടെ സ്വഭാവം നിങ്ങളുടെ മേൽ വാക്തത്വങ്ങൾ തുറക്കാനായിട്ട് ഒരു ആക്സസായി, താക്കോലായി മാറുകയാണ്. അവിടെയാണ് നിങ്ങൾ ഇനി അന്യഭാഷ സംസാരിക്കേണ്ടത്. റിലങ്ങൾ ചേഞ്ച് ആകാൻ തുടങ്ങും. ഇപ്പോൾ ഞാൻ സമയം കഴിഞ്ഞു പോയി. ഇപ്പോൾ ഞാൻ നിങ്ങൾ കണ്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക്, അത് ദൈവത്തിൽ നിന്ന്, സ്പിരിച്വൽ റിലത്തിൽ നിന്ന് റിലീസായിരിക്കുകയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. ഇനി നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ല, പക്ഷെ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹമാണെന്നുള്ള ബോധ്യം വന്നിട്ടുണ്ടോ? അബ്രഹാമിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേലുണ്ടോ? ഞാൻ ഈ വാക്യം ഞങ്ങളുടെ ചർച്ചിൽ പഠിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ മോൻ ആ വാക്ക് അങ്ങനെ തന്നെ അവന് ഒരു ഫോട്ടോ, ഒരു ഫ്രെയിം ഉണ്ടാക്കി അവൻ്റെ കടയിൽ കൊണ്ടുവച്ചു, അവൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവച്ചു. കയറുന്ന വഴിക്ക് ഈ കട അബ്രഹാമിൻ്റെ അനുഗ്രഹമാണ്. അവൻ എപ്പോഴും അത് പറയാൻ തുടങ്ങി. അവൻ അവൻ്റെ റൂട്ടുകൾ ഫോളോ ചെയ്യാൻ തുടങ്ങി. ദൈവ സ്ഥാപനത്തെ അനുഗ്രഹിക്കാൻ തുടങ്ങി.
ഇത് കണ്ട് പരിഹസിക്കുന്നവരുണ്ട്. വേറെ പണിയൊന്നുമില്ല, പാസ്റ്റർ ഒരു വാക്യം പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുക. ദൈവത്തിന്റെ വചനത്തിനകത്തൊരു ഭാഗം നിങ്ങളുടെ അകത്ത് വെളിപ്പാടായാൽ നിങ്ങൾ അത് ധ്യാനിച്ച് നിങ്ങളിലേക്ക് അത് വെളിപ്പെട്ട് വരാൻ, നിങ്ങൾ ദൈവത്തിന്റെ നീതിയാണെന്നുള്ള ബോധ്യം വന്ന് നിങ്ങൾ അവനെ സ്വീകരിച്ചാൽ അത് നിങ്ങളുടെ ഭവനത്തിനകത്ത് റിലീസാകാൻ തുടങ്ങും. നിങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തെ തടുക്കുന്നത് ഒന്ന് പൈശാചിക ലോകമാണ്. നിങ്ങളുടെ കുടുംബം ഒരു അനുഗ്രഹമാകാൻ ഒരിക്കൽ പോലും പിശാച് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ബ്ലെസ്സിങ്ങുകളെ തടുക്കുന്ന ഒരു ലോകമുണ്ട്. അപ്പോൾ സ്പിരിച്വൽ റിലത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്ന ഈ സന്ദേശം കേട്ടിട്ട്, ഈ റിലീസായത് നിങ്ങൾ ഗ്രഹിച്ചിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ എതിരായി നിൽക്കുന്ന തിന്മയുടെ പാഴ്സി പ്രഭുവിന് വെട്ടേൽക്കും. അവൻ്റെ മുമ്പിൽ വഴി തുറന്നേ പറ്റുള്ളൂ, അവൻ ആ വാതിൽ തുറന്നേ പറ്റുകയുള്ളൂ. ഈ ഭാഗം ഞാൻ ഒന്നുകൂടെ നാളെ വിശദീകരിക്കാം. രണ്ടാമത്, നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ദൈവം പറഞ്ഞ ഭാവിയെ നിങ്ങളുടെ മുമ്പിൽ രൂപീകരിക്കുവാനായിട്ട് ദൈവമാക്കി വെച്ചിരിക്കുന്ന ദൂതനുണ്ട്. അത് ഞാൻ യാക്കോബിന്റെ ചരിത്രത്തിൽ നിന്നാണ് പറയുന്നത്. യാബോക്ക് കടവിന്റെ തീരത്ത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന, അല്ലെങ്കിൽ ജ്യേഷ്ഠാവകാശം കിട്ടിയിരിക്കുന്ന, ദൈവം ഇറങ്ങി വന്ന് നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ യാക്കോബെ, നിന്റെ കുടുംബത്തിന്റെ മേൽ ആ അനുഗ്രഹത്തിന്റെ പെർഫെക്ഷൻ വെളിപ്പെട്ട് വരണമെങ്കിൽ ആ ബ്ലെസ്സിങ്ങിന്റെ റിലത്തിന്റെ പൂർണ്ണത തുറക്കുന്ന ഒരു ദൂതനുമായിട്ടൊരു മൽപ്പിടുത്തം നടക്കുകയാണ് യാബോക്ക് കടവിന്റെ തീരത്ത്. അപ്പോൾ ഒന്ന്, തടുക്കുന്നവനെ നിങ്ങൾ ആത്മാവിൽ ശാസിക്കണം, നിങ്ങൾ അനുഗ്രഹമാണെന്നുള്ള ഫെയ്ത്തിൽ. രണ്ട്, തുറക്കുവാൻ റെഡിയായി നിൽക്കുന്ന ആത്മതലം നീ സ്വീകരിപ്പാനായി യാബോക്ക് കടവിന്റെ തീരത്ത് യാക്കോബിന്റെ അടുക്കൽ ഇറങ്ങി വരുന്ന ദൂതനാണ്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ദൈവത്തിന്റെ വചനമിരിക്കുന്നു. ഈ വചനത്തിനകത്ത് ദൈവം നിങ്ങളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തെ പണിയാം, സഭയെ പണിയാം. നിങ്ങൾ അനുഗ്രഹമാണ്, നിങ്ങൾ ക്രിസ്തുവിലാണ്, നിങ്ങളുടെ ബുദ്ധിമുട്ട് ക്രിസ്തുവേശു തീർത്തു തരും. നിങ്ങൾ സകലത്തിൽ ശുഭമായിരിക്കണം. നിങ്ങളെ കർത്താവ് ക്രൂശിൽ അവൻ ദരിദ്രനായത് നിങ്ങളെ സമ്പന്നനാക്കാനാണ്. ഇങ്ങനെ ദൈവാത്മാവ് നിങ്ങളുടെ അനുദിന ജീവിതത്തിൽ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങളുമായി നിങ്ങൾ പ്രാർത്ഥനയിലിരുന്ന് നിങ്ങൾ ആത്മതലത്തിലേക്ക് കയറി, ആത്മാവിൽ നിങ്ങൾ ആ ബുദ്ധിയുടെ തലത്തിൽ നിന്ന് സ്പിരിച്വൽ തലത്തിലേക്ക് എൻ്ററായി അവിടെ നിന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുന്ന പ്രഖ്യാപനങ്ങൾ നിങ്ങളുടെ ഭവനത്തിനകത്ത് ഭൗതിക ശാരീരിക തലങ്ങളിൽ സൃഷ്ടിപ്പുകൾ നടത്താൻ തുടങ്ങും. ഓക്കെ, സമയം അതിക്രമിച്ചു പോകുന്നു. ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകുന്നതിന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ, നിങ്ങളുടെ കുടുംബം നിങ്ങൾ കണ്ട ഡ്രീമുകൾ വെച്ചിട്ടോ, ബാക്കി അവിടെ നിൽക്കട്ടെ, വചനമൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞ കുഴപ്പമായി. വചനം നിൽക്കട്ടെ, ഞാൻ വചനത്തിന് രണ്ടാമത് പ്രാധാന്യത കൽപ്പിച്ചെന്ന് ചിന്തിക്കും. അല്ല കേട്ടോ, വചനത്തിന് അമിതമായ പ്രാധാന്യതയുണ്ട്. ഞാൻ ഇപ്പോൾ ഡ്രീമുകളുള്ള ബന്ധത്തിൽ പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. നിങ്ങളൊരു ഡ്രീം, അങ്ങനെ ബ്ലെസ്സിങ്ങിൻ്റെ ഡ്രീം കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഭാരപ്പെടരുത്. വചനത്താലും സ്വപ്നങ്ങളാലും ദൈവം നിങ്ങളുടെ കുടുംബത്തെ ദൈവം ഒരു അനുഗ്രഹമാക്കുന്ന ആ കാഴ്ച നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ പ്ലാൻ വരയ്ക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? ദൈവത്തിൻ്റെ വചനത്താൽ, ദൈവാത്മാവ് കാണിച്ച കാഴ്ചകളാൽ, നിങ്ങളുടെ ഫെയ്ത്തിനാൽ നിങ്ങളുടെ കുടുംബം എന്താകുമെന്ന ഒരു ഇമാജിനേഷനിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? ഒരു സ്പിരിച്വൽ ഇമാജിനേഷനിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? ആദ്യം തന്നെ എൻ്റെ കുടുംബം ഞങ്ങൾ ശരിയാകില്ല എന്നുള്ള ചിന്ത ആദ്യം വെട്ടി ദൂരെ കളയണം. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളൊരു വ്യക്തി ഉള്ളത് കൊണ്ട് നിങ്ങളുടെ കുടുംബം ശരിയാവും. ഞാൻ തൃശ്ശൂർ ഉള്ളത് കൊണ്ട് തൃശ്ശൂർ അനുഗ്രഹമായി മാറും. ഓക്കെ, അങ്ങനെ ഇമാജിനേഷൻ കൊണ്ടുവന്ന് എവിടെ നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ഒന്ന് ഇമാജിൻ ചെയ്ത്, നിങ്ങൾ ധ്യാനിച്ചിട്ടുള്ള വചനങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത്. ഇന്നലെ രാത്രി കേട്ടത് എന്താ? ഹെവൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരുമെന്നല്ലേ? നിങ്ങൾ തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ ജീവിക്കുമെന്നല്ലേ? ആ വചനം ഒന്ന് ഇമാജിൻ ചെയ്ത്, നമ്മുടെ വചനം ഇമാജിൻ ചെയ്ത് ആ ഇമാജിനേഷനിൽ നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്ത സ്പിരിച്വൽ റിലത്തിലേക്ക് എൻ്ററായിട്ട് എവിടെയാണോ നിങ്ങൾക്കൊരു ആക്ഷൻ വേണ്ടത് അതിലേക്ക് നോക്കി നിങ്ങൾ പ്രഖ്യാപിച്ച് അവിടെ വചനമെന്ന ആത്മാവിൻ്റെ വാളെടുത്തൊന്ന് പ്രഖ്യാപിച്ച് നോക്കിയേ. സമയം ഓടിപ്പോയി. 2-3 മിനിറ്റ് വരെ എല്ലാവരും അന്വേഷണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ദൈവം പറഞ്ഞ ആ ഡ്രീമുകളിലൂടെ വചനത്തിലൂടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. ഒന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിച്ചോ. എല്ലാ മൈക്ക് അൺമ്യൂട്ടിൽ വെച്ച് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ച് റിലീസാകും കേട്ടോ, റിലീസാകും. ഇത് ഉറപ്പോടെ റിലീസാകും.
അത്തൽ ഘടകജന വദരപക്ഷ പ്രൗഢവന ഗജനക ദുരവന ഘടകദന ഹന്തൽ പ്രൗഢവന ഘടകദന ഹന്തൽ ഘടകദന ഗദുരവന ഘടകദന വേദ രഗന ഘടക ശസ്കനാദിര പ്രൗഢവന ഘടകദന വേദ പ്രൗഢവന ഘട്ട സ്കന്ദൽ ഘടകദന ഹദുരപക്ഷ പ്രൗഢവന ഹന്തലാദിര പ്രൗഢവന ഘടകദന ഹാദർ പ്രൗഷവന ഹന്തൽ ഘടകദനം. ഞാൻ സമയം 6:45 6:42 ആയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് നിർത്തുന്നത്. ഞാനീ പറഞ്ഞ വാക്കുകൾ ഈ റെക്കോർഡഡാണ്. ഞാനിപ്പോൾ തന്നെ ഇത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യും. നിങ്ങൾ ഇത് വിശ്വസിക്കുന്നെങ്കിൽ ഈ തലത്തിൽ നിങ്ങൾക്ക് വളരാനായിട്ട് ദൈവത്താൽ ഇതെല്ലാം രണ്ടാം പാർട്ടിനെ ഒന്നുകൂടെ നാളെ ദൈവാനുവദിച്ചാൽ എടുക്കാം കേട്ടോ. ബ്ലെസ്സിങ്ങൾ തുറക്കുന്ന നിങ്ങളുടെ ഡ്രീംസിന് ഭയങ്കര പ്രാധാന്യതയുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്ന മുഴുവൻ അല്ലാതെ വന്നതെല്ലാം ഞാൻ അവഗണിച്ചിട്ടുണ്ട്. അല്ലാതെ തുറന്ന വഴികൾ, അല്ലാതെ തുറന്ന വാതിലുകൾ, രാജ്യങ്ങളിലേക്കുള്ള നന്മകളെല്ലാം ദൈവം കാണിക്കാത്തതിനെ മൊത്തം ഞാൻ അവഗണിച്ചിട്ടുണ്ട്. ദൈവം കാണിച്ചതിന് വേണ്ടി ഞാൻ വില കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും കൂടെ കേൾക്കണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിനകത്ത് അതുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇത് കേട്ടിട്ട് ആ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് ആക്സസ്, എന്താണ് അധികാരം, എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ടത്. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. എന്നും അല്ല കേട്ടോ, പ്രാരംഭ സമയത്ത്. രണ്ടാമത് നിങ്ങൾ അന്യഭാഷ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഭാഷകൾ ചേഞ്ച് ആകാൻ തുടങ്ങും. അവിടെ നിങ്ങൾ ഒരു റിലത്തിൽ നിന്നും അടുത്ത റിലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതിന് പല റിലങ്ങളുണ്ട്. ആ റിലങ്ങൾ നമുക്ക് പുറകിൽ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇന്നലെ ഇന്നുമായിട്ട് നമ്മൾ പ്രാരംഭ സമയത്ത് നമ്മൾ ആരംഭ പാർട്ടാണ് കണ്ടത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പിനകത്ത് നിങ്ങൾക്ക് സന്ദേശം അയക്കാം. ഞാനതിന് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ സമയമനുസരിച്ച് മറുപടി ഇടാം. ഇന്ന് പകൽ 10:30 മണിക്ക് നമുക്ക് രണ്ടാമതൊരു സെക്ഷനുണ്ട്. എനിക്ക് അതിനുവേണ്ടി കുറച്ചു നേരം പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം. കർത്താവ് നമ്മുടെ മേൽ ഒരു അസാധാരണ തലം തുറക്കുകയാണ്. ഒരു ഭയങ്കര ശുദ്ധീകരണവും ഒരു ഭയങ്കര മാറ്റവും കർത്താവ് തുറക്കുകയാണ്. ഫിസിക്കൽ റിലത്തിനകത്ത്, മെറ്റീരിയൽ റിലത്തിനകത്ത്, നാച്ചുറൽ റിലത്തിനകത്ത് കർത്താവ് അസാധാരണമായ വാതിലുകൾ തുറക്കുന്ന സീസൺ വെളിപ്പെടും. നിങ്ങളുടെ കുടുംബങ്ങൾ മുഴുവൻ ബ്ലസ്സഡായി മാറും. ഇപ്പോൾ നമ്മളിവിടെ പ്രാർത്ഥിച്ച് നിർത്തുകയാണ്. നിങ്ങളെ കർത്താവ് സജീവമാക്കണമെന്നായി ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കടന്നു വന്ന് കഴിഞ്ഞ 1.25 മണിക്കൂർ സമയം പ്രാർത്ഥനയോടെ, ആരാധനയോടെ, തിരുവചന വെളിപ്പാടിലുള്ള ഭാഗങ്ങൾ ധ്യാനിപ്പാനൊക്കെ ഞങ്ങൾക്ക് നൽകിയ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളറിയാത്ത പല കർത്താവ് മേഖലകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതുകൊണ്ട് കർത്താവ് അങ്ങയുടെ പുസ്തകത്തിൻ്റെ ഹോശേയ പുസ്തകത്തിൽ പറയുന്നത് പോലെ എൻ്റെ ജനം പരിജ്ഞാനമില്ലായ്കയാൽ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ വചനപ്രകാരം പല കുടുംബങ്ങളും ഇന്ന് അനുഭവിക്കുന്ന പലതും പരിജ്ഞാനക്കേട് കൊണ്ട് അനുഭവിക്കുന്നതാണെന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങൾ, ഞങ്ങളുടെ തലമുറകൾ, ഞങ്ങളുടെ ജീവിത പങ്കാളികൾ, ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് നൽകിയ അവകാശങ്ങൾ ഒന്നുപോലും ഞങ്ങളുടെ പരിജ്ഞാനക്കേട് കൊണ്ട് നശിച്ചു പോകാതിരിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥനയോടെ അങ്ങയുടെ അടുക്കിലേക്ക് ഞങ്ങൾ അടുത്തു വന്ന് തിരുവചനത്തിൻ്റെ വെളിപ്പാടുകളുടെ സത്യത്തിൽ ഞങ്ങളെ തന്നെ ഒന്നുകൂടെ പണിയുകയായിരുന്നല്ലോ. അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ കർത്താവെ സംഭവിച്ചിരിക്കുന്ന തിന്മ, കർത്താവെ അങ്ങ് കാണിച്ച് അങ്ങയുടെ ആത്മതലത്തിൽ കണ്ടിരിക്കുന്ന കാഴ്ചകളിൽ തിന്മയായതിനെ മുഴുവൻ ഞങ്ങൾ ഇന്ന് രാവിലെ ക്യാൻസൽ ചെയ്തല്ലോ കർത്താവെ. മറ്റേതെങ്കിലും മേഖലകൾ പിശാച് ചതിയായിട്ട് ഒരുക്കുന്നെങ്കിൽ അതിവരെ കാണിക്കുമ്പോൾ ഉടൻ ഈ കഴിഞ്ഞ ദിവസത്തിൽ കേട്ട വചനപ്രകാരം, വാക്കുകൾ പ്രകാരം അലർട്ടുള്ളവരായി മാറാൻ, അലർട്ടിൽ കർത്താവ് അവരെ ജാഗരൂകതയുള്ളവരായി മാറാൻ, സൂക്ഷ്മതയുള്ളവരായി മാറാൻ ഉടൻ തന്നെ ഇവനെ ക്യാൻസൽ ചെയ്യാൻ ഇവരുടെ മേൽ ധൈര്യവും അധികാരവും അവകാശവും അങ്ങ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്.
അടുത്ത ഭാഗത്തേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ കുടുംബങ്ങൾ മുഴുവൻ ബ്ലസ്സഡ് ആകണം. ഈ കുടുംബങ്ങളുടെ മേൽ മുഴുവൻ നന്മകൾ ദൈവാത്മ തുറക്കണം. തടഞ്ഞു വെച്ചിരിക്കുന്ന നന്മകളുണ്ട്, അനുഭവിക്കേണ്ട വഴികൾ, വാതിലുകൾ, ദൈവിക അനുഗ്രഹങ്ങൾ, ബ്ലെസ്സിങ്ങളുണ്ട്. അതൊന്നും തടയപ്പെടാൻ പാടില്ല. അതെല്ലാം അങ്ങയുടെ ആത്മാവിനാൽ തുറക്കുവാൻ ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അങ്ങ് നിയോഗിച്ച ദൈവത്തിൻ്റെ ദൂതന്മാരെ അങ്ങ് ഇവർക്ക് വേണ്ടി സജീവമാക്കണമേ കർത്താവേ. തിരിച്ചറിയാതെ കർത്താവേ ഇത് മറ്റൊരു തലത്തിൽ അതിൻ്റെ വചനത്തിൻ്റെ വെളിപ്പാടില്ലാതെ ഉപയോഗിക്കുന്ന കണ്ട് ഞങ്ങൾ അറിയാതെ ആത്മലോകത്തിനകത്തേക്ക് നോക്കി പറഞ്ഞ വാക്കുകൾ അങ്ങ് വേദനിപ്പിച്ചത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണം. ഈ കുടുംബങ്ങൾ മുഴുവൻ ബ്ലസ്സഡ് ആകട്ടെ. അങ്ങയുടെ വചനത്തിനകത്ത് അങ്ങ് വരച്ചു വെച്ചിരിക്കുന്ന കർത്താവ് വാക്തത്വങ്ങൾ, അങ്ങയുടെ കാൽവറിയിലെ മരണത്താൽ, അങ്ങയുടെ മരണ അടക്ക പുനരുത്ഥാനത്താൽ ഞങ്ങൾക്ക് അങ്ങ് അവകാശമായി തന്നത് തിരിച്ചറിഞ്ഞ് അതിലേക്ക് എൻട്രാകാൻ അങ്ങ് വരുമേൽ കൃപ കൊടുക്കണമേ കർത്താവ്. പ്രൊവിഷനുകളും വാതിലുകളും കർത്താവ് അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു കൊടുക്കണം. ഞാൻ ഈ കുടുംബങ്ങളെ മുഴുവൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇവർ ഇതിനകത്ത് അസാധാരണമായ ജ്ഞാനമുള്ളവരായി, വൈഭവമുള്ളവരായി മാറട്ടെ കർത്താവേ. ഇവർ അതാത് ദേശങ്ങളിൽ ദൈവത്താൽ പ്രയോജനപ്പെടട്ടെ, ഉണർവിന് വേണ്ടി ഉപയോഗിക്കപ്പെടട്ടെ. ഇവരെ കുടുംബമായി ഞാൻ ബ്ലസ് ചെയ്യുകയാണ്. ഈ ഉപവാസത്തിൻ്റെ 8ാമത്തെ പ്രഭാതത്തിൽ ഈ കുടുംബങ്ങളെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ സ്വർഗത്തിനും ഭൂമിക്കും പൊസസ്സറായ അങ്ങയുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ. ഇവരെ കുടുംബങ്ങൾ ബറാക്കയായി മാറട്ടെ. അതിനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ബെറീത്തായല്ലോ. ബെറീത്തിൻ്റെ വെളിപ്പാടിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. സൗഖ്യങ്ങൾ നടക്കട്ടെ, ദൈവ പ്രവർത്തികൾ സംഭവിക്കട്ടെ. ശരീരങ്ങളുടെ മേൽ രോഗികളായിരിക്കുന്നവരുണ്ട്, ഇപ്പോൾ അവരുടെ ശരീരങ്ങളുടെ മേൽ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ. പ്രത്യേകിച്ച് പാമ്പ് കടിച്ച സ്വപ്നം കണ്ടവരുണ്ട് കർത്താവ്, അവരുടെ മേൽ ഇപ്പോൾ നിലനിൽക്കുന്ന രോഗങ്ങളെ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ്. ആരോഗ്യം ഉണ്ടാകട്ടെ അവരുടെ മേൽ. ഷാബൻ അവൻ കടിച്ചപ്പോൾ വന്ന വിഷങ്ങൾ, അവൻ കടിച്ചപ്പോൾ വന്ന തിക്തഫലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു കർത്താവേ. അങ്ങയുടെ ജീവനെയും അങ്ങയുടെ ശക്തിയെയും അങ്ങയുടെ മഹത്വത്തെയും അങ്ങയുടെ ബലത്തെയും ഞങ്ങൾ ഇവരിൽ റിലീസ് ചെയ്യുകയാണ്. ഈ കുടുംബങ്ങൾ മുഴുവൻ അനുഗ്രഹമാകട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പിശാച് തൊടാൻ അനുവദിക്കരുത് കർത്താവിനെല്ലാം അനുഗ്രഹമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പകൽ നടക്കുന്ന മീറ്റിങ്ങിനായി സ്തോത്രം. ഉപവാസത്തോടെ ഇരിക്കുന്നവരുണ്ട്, സ്വർഗ്ഗം അവരെയൊക്കെ കർത്താവ് ആത്മാവിൽ ബലപ്പെടുത്തണമേ. കർത്താവിൻ്റെ കൃപയുടെ കരം നീട്ടണമേ. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. മഹിമ കുഞ്ഞാൻ അർപ്പിക്കുന്നു. പ്രാർത്ഥന ഘടനായി സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്ന് വന്നേക്ക് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2ാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ശലോം പറയുന്നേക്കാൾ ഒരു കാര്യം നിങ്ങൾക്ക് ഈ പറഞ്ഞ വചനങ്ങളിൽ എന്തെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞ റൂട്ടിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. സ്വപ്നങ്ങൾ നിങ്ങൾ സംശയമുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പ്രൈവറ്റായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. സ്വപ്നങ്ങളെല്ലാം കൂടെ പറയാൻ പോയാൽ സമയം കുറേ പോകും. പറഞ്ഞ റൂട്ടിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ 1 മിനിറ്റ് നേരം കൊണ്ട് ചോദിക്കാനുള്ള അവകാശമുണ്ട്.